നമസ്കാരം. ഉച്ചനേരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നൃത്തം ജീവശ്വാസമാക്കിയ സജന നജമാണ് ഇന്ന് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. സജന, വെൽക്കം ടു ദ പ്രോഗ്രാം. സജന ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ന്യൂസിലും അതുപോലെ ഫിലിം എല്ലാ വേൾഡിലും ഡാൻസിന്റെ ഏത് ഇതിൽ നോക്കിയാലും സജനയുടെ പേരിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണുകയാണ്. കൊറിയോഗ്രാഫ്ഡ് ബൈ സജന നജം. എന്തായിരുന്നു ആദ്യത്തെ ആ ഒരു ഫീലിംഗ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ഫിലിം കൊറിയോഗ്രാഫർ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോ ശരിക്കും ആദ്യം എന്റെ പേര് കൊറിയോഗ്രാഫ് ബൈ സജന നജാം ഒരു ബിഗ് സ്ക്രീനിൽ വരുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ നുള്ളി നോക്കി, സത്യമാണോ ഞാനാണോ എന്നൊക്കെ ഞാൻ നോക്കി. കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ഫിലിം കൊറിയോഗ്രാഫർ ആവുന്നു. ഓക്കെ, ചാനൽ ഷോസും ഇവന്റ്സും ഒക്കെ ചെയ്യുന്നല്ലാതെ ഫിലിമിലോട്ട് പോകുന്ന ഒരിക്കലും വിചാരിക്കാതെ ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ ജേർണി ഞാൻ എപ്പോഴും പറയുന്ന മാതിരി. അപ്പൊ ശരിക്കും സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം എല്ലാവരുടെ നിന്ന് പെർമിഷൻ കിട്ടാനും ഫാമിലിയിൽ നിന്ന് പെർമിഷൻ കിട്ടാനും ഒക്കെ ആയിട്ട്. അപ്പൊ ആദ്യമായിട്ട് എന്റെ ഒരു പേര് വരുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് സജന വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പെർമിഷൻ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അവിടെ. കാരണം ഇപ്പൊ ഫിലിം ഫീൽഡുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഫിലിം പ്രൊഡ്യൂസർ, എനിക്കറിയാം. പിന്നെ ചിറയങ്കിൽ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ചിറയങ്കിൽ ഞങ്ങൾക്ക് തിയേറ്റർ ഉണ്ടായിരുന്നു, ഫിലിം എടുത്തിരുന്നു. അങ്ങനെ ഒരു നല്ല കലാകാരന്മാർ വന്ന സ്ഥലമാണ്. ഞങ്ങൾ തന്നെ ബലാർ രാമവർമ്മ സാറിന് എന്റെ ഫാദറിന്റെ മൂവിയിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കൂടപ്പറപ്പ് എന്ന് പറഞ്ഞ മൂവി. പിന്നെ ജി കെ പിള്ള, അവരെയൊക്കെ ആയിട്ട് നല്ല ജി കെ പിള്ളയുടെ ഇൻട്രൊഡക്ഷൻ അല്ല, പക്ഷെ എന്നാലും ജി കെ പിള്ള അവരെയൊക്കെ എന്റെ ഗ്രാൻഡ് ഫാദർ അസോസിയേറ്റ് ഉണ്ട്. പ്രേം നവാസ്, അംബിക, അങ്ങനെ ഒരുപാട് പേരുടെ എൻട്രി ആയിരുന്നു ആ ഫിലിമിലൂടെ. അപ്പോൾ എന്നാലും പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇതിനായിട്ട് ഇറങ്ങുമെന്ന് പറയുമ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതിന്റെ തൊട്ട് വന്നത്. പക്ഷെ എന്നാലും ആൾക്കാരെന്ത് പറയുന്നായിരുന്നു എല്ലാവർക്കും ഒരു പേടി. പിന്നെ ആ സമയത്ത് ഞാൻ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാനിതിപ്പോ 13 years ആയി ഈ ഫീൽഡിൽ വന്നിട്ടില്ല. പിന്നെ ഹസ്ബൻഡിന്റെ കാര്യവും മക്കളുടെ കാര്യവും ഞാൻ നോക്കിയാൽ വരെ കൂടുതൽ. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങാൻ കൂടുതലും. അതെ. അപ്പം ഈ ഫിലിം എത്രയോ കാലം കൊണ്ട് ഈ പറഞ്ഞ പോലെ 10-13 വർഷമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, കൊറിയോഗ്രാഫി പല സ്റ്റേജസിലും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ ഫിലിമിൽ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം കാണും. കാരണം ഫിലിം എന്ന് പറയുന്നത് വേറെ ടോട്ടലി ഒരു ഡിഫറെന്റ് ആംബിയൻസ് ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു അത്? എന്തായിരുന്നു ആ ഫീലിംഗ്? ഇപ്പൊ ഞാൻ 2001 തൊട്ട് ഞാൻ ഇതിലുണ്ടെങ്കിലും ഈ ഫീൽഡിലുണ്ടെങ്കിലും 2013 ഒഫീഷ്യലി കാർഡ് എടുത്തത്. അത് കാർഡ് എടുത്ത ഉടനെ ഞാൻ വിക്രമാദിത്യ ചെയ്യാൻ, വിക്രമാദിത്യയിലാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അപ്പം വിക്രമാദിത്യ ചെയ്യുന്നുണ്ട്. അതിന് എല്ലാവരുടെ പേരിലും ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം വിക്രമാദിത്യനാണ് ഞാൻ കാർഡ് ഒഫീഷ്യലി കാർഡ് എടുത്തത്. അതിനു മുമ്പ് ഞാൻ 2-3 ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് വരുമ്പോ ഞാൻ ഈ ഫിലിം കൊറിയോഗ്രാഫർ, ഞാൻ ഇതിന്റെ ക്യാമറയുടെ വശങ്ങളൊന്നും ഞാൻ അറിയാത്തൊരു വ്യക്തിയാണ്. ഈ സ്റ്റേജ് ഷോസ് ചെയ്യും, അപ്പൊ ഡാൻസ് കളിക്കും, തിരിച്ചു വരും എന്നല്ല, എനിക്ക് കൂടുതൽ അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിലിമിൽ വരുമ്പോൾ എനിക്ക് ഡാൻസ് ഇപ്പം ഒരു പാട്ടിട്ടാൽ ഞാൻ ഡാൻസ് കളിക്കും. അപ്പൊ ഡാൻസ് വൈസ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഡാൻസ് എവിടെ ആയാലും എനിക്ക് ഒരേമാതിരിയാ ഡാൻസ്. അപ്പൊ അത് ഫിലിമിലായാലും ശരി, അല്ല ചാനൽ ഷോസ് ആയാലും ശരി, സ്റ്റേജ് ഇവന്റ്സ് ആയാലും ശരി. പക്ഷെ ഫിലിമിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയുടെ ആംഗിളും അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് മൂവി, ഇതിനു മുമ്പ് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതലും നമുക്ക് പേടിച്ച് ഞാൻ ചെയ്തൊരു മൂവി വിക്രമാദിത്യയാണ്. കാർഡ് എടുക്കുന്ന മുമ്പേ അൺഒഫീഷ്യലി 2-3 മൂവീസ് ഒക്കെ ചെയ്യാം നമുക്ക്, അതിനുള്ള അനുവാദമുണ്ട് നമുക്ക്. പക്ഷെ ഒരു ഫുൾ ഫ്ലെഡ്ജ് അതും ലാൽ ജോസിനെ പോലത്തെ ഡയറക്ടർ, ജോമോൻ പോലത്തെ ക്യാമറാമാൻ, പിന്നെ ദുൽഖർ സൽമാൻ, എല്ലാം പ്രൊഫഷണലിസ്റ്റ് കൂടെയാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, സർ ഡാൻസ് ഐ ആം ഓക്കെ, ഞാൻ എന്ത് ചെയ്താലും ഞാനത് ചെയ്തു തരാം, നിങ്ങൾ എന്ത് പറയുന്നു ഞാൻ കാണിക്കാം. പക്ഷെ ഞാനൊരു ന്യൂ കമ്മറാണ്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു. പിന്നെ ജോമോൻ ക്യാമറാമാനാണ്. അപ്പൊ ജോമോനും ആനുമായിട്ട് എനിക്ക് നല്ല റാപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആനാണ് എന്നെ ലാൽ ജോസ് സാറിനെ പരിചയപ്പെടുത്തിയത്. ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ലാൽ ജോസ് സാർ പറഞ്ഞു, സജന സ്റ്റെപ്സ് ഒക്കെ ചെയ്തു. പിന്നെ സജനയ്ക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ബാക്കി വി ആർ ദേർ ടു സപ്പോർട്ട് ചെയ്യൂ. പക്ഷെ ആ സപ്പോർട്ട് ഇവിടെ വരെ എത്തും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു അവാർഡിൽ ചെന്ന അപ്പൊ അവാർഡ് കയ്യിൽ കിട്ടിയപ്പോ എന്തായിരുന്നു? അവാർഡ് കയ്യിൽ കിട്ടിയ ശരിക്കും ഞാൻ അന്ന് ബാംഗ്ലൂരായിരുന്നു. മോൾ അവിടെ പഠിക്കുകയാണ്. അപ്പൊ മോളുടെ അടുത്ത് പോയാണ്. അപ്പം പുറത്തു പോയിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോഴാണ് ഈ വൈഫൈ കാരണം എനിക്ക് നെറ്റിലെ മെസ്സേജസ് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ മെസ്സേജ്. എന്തിനാണ് കൺഗ്രാറ്റ്സ്? അപ്പൊ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു ദുബായ് ഷോയ്ക്ക് പോയിരുന്നു എന്റെ ടീമിലുള്ള. അപ്പൊ ഞങ്ങൾ റോഡിൽ നല്ലൊരു കാർ കണ്ടു, ഒരു ഫാൻസി കാർ, ലംബോർഗിനി കാർ കണ്ടു.
അപ്പൊ അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ വെച്ചു ഇവന്മാര് പണി പറ്റിച്ചു, എന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും എല്ലാം ഇട്ടിട്ട് ചേച്ചി ഈസ് ന്യൂ റൈഡ് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങോട്ടും ഇവരെന്നെയും എന്റെ പറ്റിക്കാറുണ്ട്. അതാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു 1 ആയി 2 ആയി 2 കൺഗ്രാറ്റ്സ് മനസ്സിലാക്കാം, വീണ്ടും വീണ്ടും കൺഗ്രാറ്റ്സ് എന്തിനാണെന്ന് എഴുതുന്നില്ല. അപ്പോ ഞാൻ പെട്ടെന്ന് രാജലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഉണ്ട് അഭിരാം, സിംഗർ രാജലക്ഷ്മി, അഭിരാമിനാണ് എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു കൺഗ്രാറ്റ്സ് സച്ചിന. ഞാൻ പറഞ്ഞു എന്തിന് കൺഗ്രാറ്റ്സ്? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു സച്ചിന അവാർഡ് ഉണ്ട്. ഞാൻ എന്താ അവാർഡ്? അപ്പൊ ഡാൻസ് കൊറിയോഗ്രാഫിക്ക്. ഞാൻ പറഞ്ഞു എന്തിന്? ഞാൻ നമ്മളത് ആരുടെ? അപ്പൊ ഞാൻ ഏത് ഫിലിം? വിക്രമാദിത്യ. അപ്പൊ ഞാൻ എനിക്കാ ഐ വാസ് ലൈക്ക് എനിക്ക് അവാർഡൊന്നും ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കൊറിയോഗ്രാഫി അവാർഡൊന്നും നമുക്ക് അറിയില്ല. പിന്നെ പ്രതീക്ഷിച്ചതുമില്ലല്ലോ ഇത് അവാർഡ് ഇങ്ങനെ കൊണ്ട് നമ്മുടെ പേരൊക്കെ പോകുന്നൊന്നും ആരും വിചാരിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ആലോചിച്ചു എനിക്ക് അവാർഡോ അമ്മ ഇനി ആൾക്കാർക്ക് എന്തൊക്കെയായിരിക്കും പറയുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു. പിന്നെ ഉടനെ എന്റെ മോള് വിളിച്ചു, ഹസ്ബൻഡ് വിളിച്ചു. ഒരു എന്താ പറയാ ലൈഫിലെ ഒരു ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് പെട്ടെന്നൊരു വലിയൊരു ഇത് വരിക, കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുക. ഇതൊക്കെ ഒരു എന്താ പറയാ അതും പറഞ്ഞ പോലെ കാർഡ് എടുത്ത ആദ്യത്തെ പടം ചെയ്യുന്നു, അതിന് തന്നെ അവാർഡ് കിട്ടും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ച് അള്ള കേട്ടതെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ല, 13 വർഷം ഞാൻ ഇരുന്ന്. അപ്പൊ അതൊരു അംഗീകാരമാണ് എനിക്ക്. ഫിലിമും ഓക്കെ ഫിലിമുണ്ട്, പക്ഷെ ഇവിടെ ഈ സ്റ്റേജിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികളെ ഞാൻ സ്കൂൾസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് എനിക്കൊരു ഫസ്റ്റ് മൂവിക്ക് അള്ള തന്നെയാണ്. കാരണം നമ്മൾ എത്ര സ്റ്റേജ് ഇവന്റ്സും എത്ര ചാനൽ ഷോസ് ചെയ്താലും ഈ ഫിലിമിൽ ചെയ്യുന്ന ഒരു അംഗീകാരം നമുക്ക് കിട്ടില്ല, നമ്മൾ അറിയപ്പെടില്ല. തീർച്ചയായിട്ടും. കാരണം ഈ സ്റ്റേജ് ഷോസിൽ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ പെർഫോമൻസ് കാണും. ഒരിക്കൽ പോലും എനിക്ക് അത് ശ്രദ്ധിക്കുന്നവരുണ്ടാവും, ഇല്ലാന്നല്ല, എന്നാലും ഒരു നല്ല ശതമാനം ആൾക്കാര് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അൺലെസ് അണ്ടിൽ എന്റെ ഒരു മകനോ മകൾക്കോ അതിൽ ചേരണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പിറകെ ഉണ്ടായിരുന്ന ആൾക്കാർ ചിന്തിക്കുള്ളൂ. ഇപ്പൊ തന്നെ ഷോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന ആൾ ഇപ്പൊ ലൈക് ഷംന കാസിമൻ ടീം, അത് ഏത് ടീമെന്ന് പോലും പിന്നെ അവസാനം നമ്മൾ അടിയുണ്ടാക്കി എന്റെ ടീം പേര് എഴുതണം എന്ന് പറയും. ഓക്കെ നമ്മുടെ പേര് എഴുതിയില്ലേ വേണ്ട, ടീം അറ്റ്ലീസ്റ്റ് ടീം എഴുതണം എന്ന് പറയും. അപ്പൊ ആർക്കും അറിയില്ല ആരാണ് ചെയ്തത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വരണം മുമ്പിൽ വന്നിട്ട് ജഡ്ജായിട്ടിരിക്കണം. ഈ ജഡ്ജായിട്ട് ഇരിക്കുന്നതിന് പോലും നമുക്കൊരു ഇതുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. കാരണം വി ഷുഡ് ബി നോൺ ബൈ ദ പബ്ലിക്. കുറെ ഫിലിംസ് ചെയ്യണം, അല്ലാതെ സജ്ന നജാമിനെ കൊണ്ട് ജഡ്ജായിട്ട് നജാം. അപ്പം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, സജ്ന യു ഹാവ് എ ഫേസ് വാല്യൂ ബട്ട് യു ഡോണ്ട് ഹാവ് എ നെയിം വാല്യൂ. ആ ഒരു വാക്കാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ വാശിക്കാണ് ഞാൻ പോയി ഫിലിമിന്റെ കാർഡ് എടുത്തത്. വെരി ഗുഡ്. കാരണം എനിക്ക് ഒരിക്കലും എനിക്ക് സിനിമ വരണമെന്ന് ഒരു താല്പര്യമില്ലാത്തതായിരുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചാൻസസ് കിട്ടി, ഐ ട്രൈ മൈ ബെസ്റ്റ്, ഏറ്റവും നന്നാക്കാൻ നോക്കും. പക്ഷെ ഇങ്ങനെ ഈ റിയാലിറ്റി ഷോസിലൊക്കെ ഇങ്ങനെ ജഡ്ജസ് ആയിട്ട് ആൾക്കാരിക്കുമ്പോൾ കുട്ടികൾ സജ്ന മാമിന് ഇരുന്നൂടെ. ഞാൻ പറഞ്ഞു എന്റെ മക്കളെ എനിക്കൊന്നും ഇരിക്കാൻ എനിക്ക് അതിനുള്ള നെയിം വാല്യൂ ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലായിരുന്നു. അപ്പൊ ഞാനിത് ഒരാളടുത്ത് ഞാൻ പറഞ്ഞു, സജ്ന ശരിക്കും പറഞ്ഞാൽ സജ്നയ്ക്ക് അവിടെ ഇരിക്കാനുള്ള അധിക യോഗ്യതയൊക്കെ ഉണ്ട്, പക്ഷേ സജ്നയ്ക്കൊരു നെയിം വാല്യൂ ഇല്ല. പക്ഷെ ഇപ്പൊ ആ നെയിം വാല്യൂ എനിക്ക് ഒന്നുമില്ലെങ്കിൽ എനിക്ക് പറയണ്ടല്ലോ, ഞാൻ ഒന്നിച്ചായി. ഞാൻ സജ്ന നജാം. ഞാൻ അപ്പൊ എന്റെ ചോദിക്കും ഓണോ കൊറിയോഗ്രാഫറാണ്, ഏത് ഫിലിം ചെയ്തു ഇങ്ങനെ ആൾക്കാർ ചോദിക്കും. ഈ മീഡിയയിലുള്ള ആൾക്കാർ ചാനൽസ് എല്ലാവർക്കും എന്നെ അറിയാം, പക്ഷെ ഫിലിമില്. അപ്പൊ ഞാൻ പറയും ഞാൻ വിക്രമാദിത്യ ചെയ്തു, മംഗ്ലീഷ് ചെയ്തു, മിലി ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയും. ഓ ആണല്ലേ. പക്ഷെ കാരണം എന്റെ മുഖം ആർക്കും അറിയില്ല. അതെ. ഇത് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ ഞാൻ പോയി. കാരണം എനിക്ക് അവരെ പഠിപ്പിക്കണം. ഞാൻ സജ്ന നജാം ഇങ്ങനെ കൊറിയോഗ്രാഫറാണ്. അറിയാം അവാർഡ് കിട്ടിയതല്ലേ. അപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്കൊരു നെയിം വാല്യൂ വന്നു, അത്രയെങ്കിലും കിട്ടി. കൗൺസിൽ ഔട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇതുകൊണ്ടുള്ളൊരു ഗുണം സജ്നയ്ക്ക് മാത്രമല്ല. കാരണം ഈ സജ്ന പഠിപ്പിച്ച കുട്ടികള് അവർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും കാലം പല സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരിക്കെ പല കുട്ടികൾക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹം കാണും, മനസ്സിലായില്ലേ? ആ പഠിക്കണം എന്നുള്ള കുട്ടികൾ എവിടെ പോകും? അപ്പം സജ്ന ആക്ച്വലി യു ഷുഡ് കം ഇൻ ടു ദ ഫോർ ഫ്രണ്ട്. എന്നാൽ മാത്രമേ ഈ കുട്ടികൾക്ക് ഒരു ചാൻസ് കിട്ടുന്നുള്ളൂ. പഠിക്കാനും ടാലന്റഡ് ആയിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്ക് തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് ഇതിലോട്ട് വരണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. തീർച്ചയായിട്ടും. കാരണം ഇതുവരെ ഉണ്ടായിരുന്നത് പുറത്തുനിന്ന് വന്നവരാണ്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യായിരുന്നു. ബൃന്ദ മാസ്റ്റർ ആയാലും എല്ലാരും തന്നെ. ശരിക്കും പറഞ്ഞാൽ മാം ഒന്നും അല്ല, എന്നെക്കാട്ടി കഴിവുള്ള ഒരുപാട് കൊറിയോഗ്രാഫേഴ്സ് കേരളത്തിലുണ്ട്. പക്ഷെ ഒരു കറക്റ്റ് ചാൻസ് എല്ലാവർക്കും ഒരു ആനെ കിട്ടുമോ, എല്ലാവർക്കും ഒരു ലാൽ ജോസ് കിട്ടുന്നില്ല. ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, എന്നാലും അവർക്ക് ഇപ്പൊ മധു സജീവിനൊക്കെ കിട്ടിയ കോണ്ടംപററി ഡാൻസ് അവര് ചെയ്തു. അവർക്ക് 2 തവണ അവാർഡ്. അതുപോലെ തന്നെ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
അതെ, ഇനി ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊറിയോഗ്രാഫിയുടെ നിങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇറ്റ് കംസ്, പക്ഷെ അത് കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡുമാണ്. നിങ്ങളുടെ ഇടയിൽ തന്നെ അത് ഭയങ്കര കോമ്പറ്റീഷൻ. കാരണം ഞാൻ ലൈക്ക് എന്റെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇതൊക്കെ ആവുമെന്ന് പറഞ്ഞു വന്നില്ല. ഐ ഹെൽപ്പ് ഓൾമോസ്റ്റ് എവ്രി വൺ. എല്ലാവരെയും ഞാൻ സഹായിക്കും. എല്ലാവർക്കും എനിക്ക് വല്ല ഷോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. പക്ഷെ നമ്മുടെ ഒരു യൂണിറ്റി കുറവുണ്ട്. നമ്മുടെ കേരളത്തിൽ യൂണിറ്റി കുറവുണ്ട്. ഇപ്പം ഒരുപാട് ആണുങ്ങളുടെ ഇടയിൽ ഞാനൊരു പെണ്ണാണ്. ഇതിന്റെ ഇടയ്ക്ക് 2-3 കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു, പെൺകുട്ടി ലേഡീസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല അവർക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം ഉള്ളതിൽ ഇപ്പൊ ഞാനാണുള്ളത്. അപ്പം നാച്ചുറലി ഒരു പെണ്ണ് വരുമ്പോൾ ഈ ആണുങ്ങൾക്ക് മൊത്തം ഒരു ദേഷ്യമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഇപ്പൊ അങ്ങനെ ഉണ്ടോ? എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഈ ഒരു ഫീൽഡില്, കാരണം കൊറിയോഗ്രാഫി ഇതുപോലെ പല ഫീൽഡിലും ഉണ്ട്. ഒരാള് പേരെടുക്കുമ്പോ എന്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും അറിയില്ല, പിന്നെ അവർക്ക് എങ്ങനെ ഇത്രയും ഷോസ് ചെയ്യാൻ പറ്റുന്നു. ഈ പറയുന്ന ആൾക്കാർ ഒരു തവണ ഞാൻ വന്ന് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നത് ഡാൻസ് ചെയ്യുന്നതും അവരൊന്നും പിന്നെ ഒന്നും അവരും പറയില്ല. ഇതിന്റെ പിറകെ വെറും കഴിവ് മാത്രമല്ല, ഇതിന്റെ പിറകെ ഉള്ളൊരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തത് എന്നുള്ളതും അതിന്റെ അത് യു ക്യാൻ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര എല്ലാവർക്കും ആക്റ്റീവാണ്. ആ ഫേസ്ബുക്കിൽ ഇടുന്ന ഓരോ പോസ്റ്റും എന്റെ പിക്ചർ വിട്ട് ഓരോരുത്തർ പോസ്റ്റ് ഇടുന്ന താഴെ പറയും. കാരണം ഞാൻ ഒരു ഷോയ്ക്ക് A to Z പിൻ തൊട്ട് ഞാനാണ് നോക്കുന്നത്. കാരണം എന്റെ പറയും, മാഡം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? വേറെ ആൾക്കാരൊന്ന് ചോദിക്കും. ഞാൻ കോസ്റ്റ്യൂം അടുക്കി വെക്കും, എല്ലാം ഞാൻ ഇപ്പോഴും ചെയ്യും. ഞാൻ കോസ്റ്റ്യൂം അടുക്കി വെക്കും, എല്ലാം ഞാൻ ചെയ്യും. അതാണ് ഡെഡിക്കേഷൻ. എനിക്കൊരു കോൾ ഉണ്ട്. ഓക്കെ, ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് ഭാമ എന്നാണ്. കൊച്ചിയിലാണ് വിളിക്കുന്നത്. സജിന സംസാരിച്ചോളൂ. സജിന. ഹലോ സജിന. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സജിന, ഞാൻ സീതയുടെ അമ്മയാണ്. സുഖാണോ? ഞാൻ ഈ ഭാമ എന്നൊക്കെ കേട്ടപ്പോ ഞാൻ എന്ത് വിളിക്കണം, മോളെന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കണോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞോ ചേച്ചി, പറഞ്ഞോ. ഞാൻ സീതയുടെ അമ്മയാണ്. മനസ്സിലായി. സീത അറിഞ്ഞൂടെ? അറിയാം, പറഞ്ഞോളൂ. സീത അറിയുന്ന ആള് തന്നെയാണ് അവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരായാലും എനിക്ക് സംസാരിച്ച കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷം? ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ. ഇന്റർവ്യൂ വരെ എനിക്ക് പരിചയമുണ്ട്. സീത സൂര്യയിലുണ്ടായിരുന്നാണല്ലോ. അതുകൊണ്ട് എനിക്ക് കേട്ട് നല്ല പരിചയമുണ്ട്. അത് ശരി. ഹലോ, ടിവിയിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കാമോ? ടിവിയിൽ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, സംസാരിക്കുന്നത്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സീതയുടെ അമ്മയാണ്. സീതയിലുണ്ടായിരുന്നു. മനസ്സിലായി. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സജിനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഇപ്പൊ. ഓണമൊക്കെ നന്നായി, പരിപാടികളൊക്കെ കണ്ടു. സജിനയുടെ പുതിയ ഫ്ലവേഴ്സിലെ പരിപാടികളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഡാൻസ് ഒക്കെ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. പരിപാടി നേരിട്ട് ഞാൻ റിഹേഴ്സലും കണ്ടിരുന്നല്ലോ. ഡാൻസ് ഒക്കെ കണ്ടിരുന്നു. കൈകൊട്ടിക്കളി, മറ്റു ഡാൻസുകള് കണ്ടിരുന്നു. ഓക്കെ, ശരി. മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ചെറിയ മോളൊക്കെ കുറെ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും കുറെ വിജയങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ. താങ്ക് യു. പ്രാർത്ഥിക്കണം, നല്ല ഫിലിംസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ശരി. സജിന, അതായത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കോറിയോഗ്രാഫിയുടെ കാര്യം, അത് ഓരോരുത്തർ എന്താ പറയാ റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ അതിനൊരു വലിയ വിലയുണ്ട് അല്ലെ, റെക്കഗ്നീഷന്റെ ഇതില്. ഇപ്പം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഒരു 13 വർഷം കൊണ്ട് ആദ്യമേ തുടങ്ങിയ ഒരു ബാച്ച് ഇന്നും ഒരു പക്ഷേ സജിനയുടെ കൂടെ ഉണ്ടാവും. ആദ്യം തുടങ്ങിയ ബാച്ച് എന്റെ കൂടെ ഇല്ല. കാരണം ഞാൻ ഇത് 2001 തുടങ്ങിയപ്പോ ഞാൻ കുറച്ചുപേരെ ഏൽപ്പിച്ചു. ഞാൻ എന്റെ ഹസ്ബൻഡ് സൗദിയിലാണ്. അപ്പൊ ഞാൻ എല്ലാ വർഷവും അവങ്ങോട്ട് പോകും. ഞാനൊരു 2 months അവിടെ ആയിരിക്കും. ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ആസ് യൂഷ്വൽ ആ സമയത്തും ഞാൻ സെറീന എന്നുള്ള പേര് തന്നെയായിരുന്നു. ആ സമയത്ത് ഞാൻ സൗദി പോയി.
സൗദി പോയി. പക്ഷെ അതിനു മുമ്പ് ഞാൻ കുറച്ച് ഷോസ് ഒക്കെ, ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഷോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. കുറച്ച് കാരണം ഒരു കാര്യം എന്ന് വെച്ചാൽ, കാരണം എന്റെ ഫാദർ അന്ന് വളരെ അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് എനിക്ക് എന്റെ കയ്യിൽ ഒരു കുട്ടികൾ പോലും ഡാൻസ് ഇല്ലാതെ ഞാൻ റോഡിൽ നടന്ന ഓരോ പെൺകുട്ടികളെ നോക്കി ഡാൻസ് കളിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചതാണ് എന്റെ ടീമിലോട്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട്, ചിലപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു കുറെ കുട്ടികളെയും പിന്നെ കുറച്ച് ബോയ്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് സൗദി പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ കുട്ടികളില്ല. എന്റെ ആകെ കൂടി എന്തോ പ്രശ്നം എനിക്ക് അവിടെ തോന്നി. കാരണം ഒരു ടീച്ചറിനെ ഏൽപ്പിച്ചിട്ടാണോ അത്? ഞാൻ അവിടെ പഠിപ്പിക്കാൻ ഒരു ചെക്കനെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇവരെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, കാരണം ഇവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ട് ഷോസ് കിട്ടിക്കൂടാ. എന്നാൽ ഇവരുടെ വിചാരം എന്താണ്, എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് ഷോസ് വരെ, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തുകൂടാ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞു ഞാൻ ഗോയിങ് ടു സ്റ്റോപ്പ് ഓൾ ദിസ്. ഇനി എനിക്ക് വയ്യ, ഈ ടീമും കൊണ്ട് നടക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് മാം അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരെയും കുറച്ച് ബോയ്സിന് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നും ഇല്ല, കാരണം ഞാൻ ഇനി ടീമും തുടങ്ങുന്നില്ല, വെറുതെ കാശ് മുടക്കിയിട്ട് എല്ലാം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നഷ്ടത്തിലായിരുന്നു. കാരണം ഞാൻ എന്റെ പൈസ എടുത്താണ് ഇതെല്ലാം ചെലവാക്കിക്കൊണ്ടിരുന്നത്, പ്രോഗ്രാമിനും എല്ലാം. കാരണം എനിക്ക് അങ്ങനെ പൈസ എല്ലാം എടുക്കുന്നത്. അപ്പൊ ഞാനങ്ങനെ വീട്ടില് ഇരിക്കുമ്പോ ഈ കുറച്ചൊരു 7-8 കുട്ടികൾ വന്നു. അല്ല, ഒരു 11th 12th പഠിക്കുന്ന കുറെ ബോയ്സ് വന്നു. അപ്പൊ എന്നെ നോക്കിയിട്ട് വന്ന് ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അവർക്ക് ഡാൻസ് കളിച്ചിട്ട് കുറെ ഗമയുള്ള കുറെ ആണുങ്ങളും ഉണ്ടായിരുന്നല്ലോ. മീൻസ് ഒരു അരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഡാൻസ് കളിച്ചിട്ട് അവന് ഇഷ്ടപ്പെടില്ല. മോൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരാരും എന്നെ കൊണ്ട് ഡാൻസ് കളിക്കാൻ അങ്ങനെ. പക്ഷെ അവർ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അതിൽ സുനിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന്, ആറ്റുകാൽ ഷോ ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ ടീമിൽ കളിക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല, എനിക്കിനി വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ കൂടെ തന്നെ കാണും. അപ്പൊ ഇവരിതൊക്കെ അറിഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഇവർക്ക് എനിക്ക് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പൈസയൊന്നും നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ പൈസയ്ക്കാണെങ്കിൽ എന്റെ കൂടെ നിൽക്കരുത്, എനിക്ക് ഫെയിം തരാം, പോപ്പുലാരിറ്റി തരാം, പിന്നെ പൈസ വരുമ്പോൾ നമുക്ക് പൈസ ഷെയർ ചെയ്തെടുക്കാം. പൈസ എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ വരരുത്. അപ്പൊ അവരോട് ചേച്ചി ഞങ്ങൾക്ക് പൈസ വേണ്ട, ഇങ്ങനെ ഞങ്ങൾക്ക് ചേച്ചിയുടെ ഡാൻസ് കളിച്ചാൽ മതി. ഒരു ഫ്ലെക്സി ക്രൂ എന്നൊക്കെ പറഞ്ഞൊരു ടീമിന്റെ ഒരു ഇവിടെ പുളിമൂട് സൈഡ് ആ സൈഡിലൊക്കെ ആയിരുന്നു. ടു ബി ട്രൂ അന്ന് തുടങ്ങിയൊരു ബോണ്ടിങ് ആണ്. ടിൽ നൗ അതിൽ ചിലരുടെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ കുറെ പേരൊക്കെ അങ്ങനെയൊക്കെ പോയി, കുറെ ഇപ്പൊ സ്റ്റിൽ വിത്ത് മീ. അതിനുശേഷം അവരായിരുന്നു എന്റെ കൂടെ, എന്റെ ബോഡി ഗാർഡ്സ് എന്ന് പറയും. ഇപ്പൊ എല്ലാവരും കുറെ അതിലുള്ള മെയിൻ സീനിയേഴ്സ് ഒക്കെ വലുതായി, അവരൊക്കെ ഡാൻസ് ഒക്കെ നിർത്തി. എന്നാലും സപ്പോർട്ട് ഉണ്ട്. ഡാൻസ് നിർത്തിയെന്ന് വെച്ചാൽ അത്യാവശ്യം ഇവിടെ നമുക്കൊരു ഇപ്പൊ ഒരു ആറ്റുകാൽ ഷോ ഞങ്ങൾ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കും അങ്ങനെ. പക്ഷെ ബാക്കി ഞങ്ങൾക്ക് ജൂനിയർ കുറെ കുട്ടികൾ വന്നു, ഗേൾസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ എന്റെ ഈ സക്സസിന്റെ മെയിൻ റീസൺ അവരാണ്. അതിൽ പിൻ പോയിന്റ് ആയിട്ട് കുറെ പേര് എനിക്ക് പറയാനുണ്ട്. ലൈക്ക് അരുൺ, ശരൺ, അബി, അങ്ങനെ വിഷ്ണു, കുറെ ഷാജു, എബ്രാം, രതീഷ്, അവര് സ്റ്റിൽ ദേ ആർ വിത്ത് മീ. കാരണം അവരുടെ സക്സസും എന്റെ സക്സസും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പൊ ഒരുവിധമുള്ള എല്ലാവർക്കും ഇവരെ കുറിച്ചൊക്കെ നല്ല എല്ലാവരും അറിയാം. സ്റ്റിൽ വിത്ത് മീ. ഞാൻ ഇതിനോട്ട് ഇറങ്ങിയപ്പോ എന്റെ മദർ അവർക്ക് പറഞ്ഞത്, ചേച്ചീനെ നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അറിയാലോ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരുടെയും വഴക്കും ഒക്കെ കേട്ടിട്ടാണ് ചേച്ചിയിലോട്ട് ഇറങ്ങിയത്, അപ്പൊ നിങ്ങൾ അവളെ നോക്കിക്കോണം. ദേ കീപ് ദാറ്റ് വേർഡ്. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ആരെങ്കിലും ചിലപ്പോൾ ചില പ്രോഗ്രാംസ് ആരെങ്കിലും വന്ന് നമുക്ക് സംസാരിക്കാം, ആണെങ്കിലൊക്കെ വന്ന് സംസാരിക്കുമ്പോ യു വോണ്ട് ബിലീവ് 8 എണ്ണം കാണും എന്റെ ബാക്കിലേക്ക്. അത് ആരും ഇഷ്ടപ്പെടാത്തൊക്കെ ആണെങ്കിൽ ആ ചേച്ചി പോ, അപ്പൊ അവര് പറയും they still guard me. അതുകൊണ്ടാണ് ഏത് രാത്രിയും ഈ ട്രിവാൻഡ്രത്ത് എവിടെയാലും 2 മണിക്ക് 3 മണിക്ക് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് പേടിയില്ല. അത് ഐ ഹാവ് എ ഫീലിംഗ് ദേ ആർ വിത്ത് മീ എന്ന്. എവിടെ പോയാലും ശരിക്കും പറയുമോ ഇവിടെ ആണിന്റെ സ്വഭാവം. നമ്മൾ പറയില്ലേ ഗുരുകുല സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഗുരുവിന്റെ ഏതൊരു വാക്കും ഏറ്റെടുത്ത് ചെയ്യാവുന്നവരാണ് ഈ ശിഷ്യന്മാര്. ശരിക്കും അങ്ങനത്തെ ഒരു അറിയാതെ തന്നെ ഒരു ഗുരുകുല ഇതാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഏത് ടീം എടുത്താലും ഹോൾ ഓഫ് കേരള എടുത്ത് നോക്കിയോ, വിതിൻ 1 മാസം 2 മാസം അവർ സ്പ്ലിറ്റ് ചെയ്യും. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം ഞങ്ങൾ അങ്ങനെയല്ല. കാരണം ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. അതെ, കാരണം പക്ഷെ ആദ്യത്തെ ചില വർഷങ്ങളാണ് നമുക്ക് ഈ ടീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. കുറച്ച് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് അതൊന്നും അല്ലാതെ ഒരുമിച്ച് ഒരു യൂണിറ്റോട് കൊണ്ടുപോകാൻ പറ്റുക. എന്റെ ഒരു നോട്ടം മതി അവർക്ക് മനസ്സിലാവും എനിക്ക് എന്താ വേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് എവിടെയും പൈസ ഒരു മെയിൻ തിങ് ആണ്.
ഐ ആം വെരി ട്രാൻസ്പാരന്റ് ഇൻ ദാറ്റ്. എന്റെ ചെക്കായാലും ശരി, എന്റെ ATM കാർഡായാലും അതിലുള്ള 2 പേർക്കെങ്കിലും എന്റെ നമ്പറും അറിയാം, എല്ലാം ഡീൽ ചെയ്യുന്ന അവരാണ്. എനിക്കൊരു 50,000 rupees ഉണ്ട്, ഐ എം ഗെറ്റിംഗ് 6 lakhs. ദേ നോ ഹൗ മച്ച് ഐ എം ഗെറ്റിംഗ്. കാരണം അവരാണ് പൈസ ഡീൽ ചെയ്യുന്നത്, അവരാണ് എന്റെ കൊട്ടേഷൻ എഴുതുന്നത് പോലും. അപ്പം ഞാൻ എത്ര ആർക്ക് കൊടുക്കുന്നു ഞാൻ അവരടുത്ത് ചോദിച്ചു. ഇപ്പൊ അരുണാണ് ഇപ്പൊ എന്റെ മാനേജ് ചെയ്യുന്നത്, അരുണിന്റെ അടുത്ത് ചോദിച്ചിട്ട് അരുണ ഇവർക്ക് എത്ര കൊടുക്കണം, അങ്ങനെ. അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടുന്നു എന്റെ ടീമിന് അറിയാം. അത് എത്ര പേർക്ക് അറിയാൻ പറ്റും? ഒരു ടീമിനും അത് അറിയാൻ പറ്റില്ല, ഒരു ടീമിനല്ല ഒരാൾക്കും അത് അറിയാൻ പറ്റില്ല. പക്ഷെ അത്രമാത്രം കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് എന്റെ പിള്ളേരുടെ വാക്കുകളിൽ നിന്നും എക്സ്പ്രഷനിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന എന്താ പറയാ, ഇത്രയും ഒരു വലിയ നല്ലൊരു ടീമിനെ കിട്ടിയത് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ആണ്. കാരണം വെച്ചാൽ എന്ത് പറയാനാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഞങ്ങൾ തമ്മിലുള്ള. എനിക്ക് അവരവരുടെ വീട്ടിൽ കാട്ടി അവർ എന്നെ സഹായിക്കുന്നുണ്ട്, അവർ എന്റെ കൂടെയാണ്. ഞാൻ ചിലപ്പോൾ ഇവരുടെ അച്ഛനമ്മമാരൊക്കെ എന്നെ കൊല്ലും ചില സമയത്ത്. ഒരിക്കലുമല്ല, ഇത് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. എന്റെ മക്കൾ അരുൺ ചേട്ടാന്നും പിന്നെ എബ്രാഹിം ചേട്ടാന്നൊക്കെ വിളിക്കുമ്പോൾ അതിന്റെ ഒരു നമുക്ക് ആ ലവ് നമുക്ക് മനസ്സിലാവും. സ്വന്തം രക്തമാവണമെന്നില്ല, അത്രമാത്രം അവര് എന്റെ മക്കൾ എവിടെ ദൂരെ പഠിക്കാൻ പോയാലും അവരുടെ കണ്ണുണ്ട്, അവരുടെ ചേട്ടന്മാരുടെ കണ്ണ് അവരുടെ പേരിലുണ്ട്. അപ്പം ഐ നോ ഐ എം സേഫ് ആൻഡ് മൈ കിഡ്സ് ആർ സേഫ്. അതാ ഞാൻ മൊത്തത്തിൽ സേഫ് ആണെന്ന് എനിക്ക് അറിയാം എന്റെ. അതെ, തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം സജന ഒരുപാട് പറഞ്ഞു, ഇപ്പൊ സിനിമയിൽ ഇപ്പോഴാണല്ലോ, ഐ മീൻ ഓഫ് ലേറ്റ്, അതിന് മുൻപേ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ് ആണ് ആദ്യം, അത് ഇവന്റ്സ്, എനിക്ക് തോന്നുന്നു ഫ്ലാഷ് മോബ്സ്, ഇങ്ങനത്തെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതില് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചില സ്റ്റേജ് ഷോസ് ഏതൊക്കെയാണ്? എനിക്ക് എപ്പോഴും പറയാനുള്ള എന്റെ ആദ്യത്തെ ആറ്റുകാൽ ഷോ. ആ ആറ്റുകാൽ ഷോ ആണ് വേറൊരു ചാനൽ ഒരാൾ കാണണം, പിന്നെ ഞാൻ ചാനലിലോട്ട് എൻട്രി ചെയ്യാനുള്ള കാര്യം. ആ ആറ്റുകാൽ ഷോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഞാനപ്പോ സൗദിയിൽ നിന്ന് വന്ന സമയത്തായിരുന്നു. എന്താണ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് തുടങ്ങി, രസം പോലെ ഡാൻസ് ക്ലാസ് തുടങ്ങി. അത് തുടങ്ങാൻ കാരണമുണ്ട്. നമുക്ക് ഇതിലേക്ക് വരാം, ഒരു കോൾ. ഓക്കെ, ഹലോ ഹലോ, വെൽക്കം ടു ദ ഷോ. ആരാണ്? ഹലോ, ആരാ സംസാരിക്കുന്നേ? മാഡം, ഞാൻ ജോലിയിലേക്ക് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ആരാണ്? ആരാണ്? ഹലോ, എന്റെ പേര് അരുൺ ഷാ എന്നാണ്. അരുൺ ഷാ. ഹലോ മാഡം, ഞാൻ ജ്യോതിനിലേക്കിലാണ് പഠിച്ചത്. അരുൺ ഏത് ബാച്ചാ പഠിച്ചത്? ഞാൻ 2003 ഓക്കെ, അപ്പൊ എന്നെയും കാട്ടിയൊക്കെ ഒരുപാട് ജൂനിയർ ആണ്. ഞാൻ 1985-86 ആണ്. 85-86. അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് ജൂനിയർ ആണ് എന്റെ. അരുണിപ്പോ എന്താ ചെയ്യുന്ന? ഞാനിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജ്യോതിനിലത്തിലാണ് പഠിച്ചത്. എങ്ങനെ അറിയാം? മാഡത്തിന്റെ പ്രൊഫൈലില് എന്റെ ഫേസ്ബുക്കിൽ മാഡത്തിന്റെ ഇതുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ്. അതെ, പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മള്. അതായത് ഈ നമ്മുടെ അപ്പം ഒരു മിൽമയുടെ ഒരു മിൽമയുടെ ആഡ് അല്ല, മിൽമയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. അല്ലല്ല, ആദ്യം ഒരു ജോൺ പോപ്പിക്കോടയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ജോൺ പോൾ, മാത്യു പോൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആർട്ട് ഡയറക്ടർ ഉണ്ട്, ആഡിന്റെ ഡയറക്ടർ ചെയ്യുന്ന ആള്. ഹി കേമൻ കുട്ടികളെ അന്വേഷിച്ചു വന്നു. അങ്ങനെ ഞാൻ എന്റെ മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ താര കല്യാൺ മാമും ടീമായിരുന്നു അവിടെ അതിന്റെ കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും കുട്ടികളെ കണ്ടപ്പം ലൈക് താര മാമിന്റെ ഹസ്ബൻഡ് രാജ പറഞ്ഞു, ഇങ്ങനെ മിൽമയുടെ ഒരു ഷോ ഉണ്ട് സജന, അത് കിഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഫാഷൻ ഷോ ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഫാഷൻ ഷോ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഡാൻസ് ഞാൻ ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചു ഈ പിള്ളേരെ കൊണ്ട്. അപ്പൊ എന്റെ മോളൊക്കെ സ്കൂളിൽ പഠിച്ചൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു അവിടെ ഒരു കേസറ എന്ന് പറഞ്ഞൊരു ഡാൻസ് അവിടെ ചെയ്തു. അത് കണ്ടിട്ടാണ് അത് പിന്നെ അതിന് ശേഷം സ്കൂളിൽ കുറെ ഡാൻസസ് ഒക്കെ കുട്ടികളുടെ സ്കൂൾ ഡേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ആറ്റുകാലിന്റെ ഒരു ഷോ എനിക്ക് കിട്ടി. ആറ്റുകാൽ ഷോ കിട്ടിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ 1-2 ബോയ്സും 2 ഗേൾസൊക്കെ ഉള്ളൂ. അപ്പൊ ടീമിൽ അപ്പൊ ഞാൻ വഴി നീളം നടക്കുന്ന നല്ല കാണാൻ കൊള്ളുന്ന സുന്ദരി പെണ്ണുങ്ങളൊക്കെ വണ്ടി നിർത്തി ഡാൻസ് കളിക്കും മോളെ, ഡാൻസ് കളിക്കൂ, ഇത് അങ്ങനെ 2-3 കുട്ടികളെ കിട്ടുകയും ചെയ്തു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് മണക്കാട് ഏരിയയിൽ നിന്നും അവിടെ നിന്നൊക്കെ കുറെ കുട്ടികളെ കിട്ടി ഒരു ടീം ഫോം ചെയ്തു. അന്ന് ഞാൻ സൗദിയിൽ നിന്ന് വന്ന ഇടയ്ക്കായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ
അവിടെ നിന്നൊക്കെ വരുമ്പോ നമ്മുടെ വേഷമൊക്കെ പാൻസും ടോപ്പാന്നും മെലിഞ്ഞൊക്കെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ നല്ലൊരു കുറെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ ആ കുട്ടിയെടുത്ത് വെച്ച്, നിങ്ങൾ എനിക്കറിയില്ലല്ലോ ഇവിടുത്തെ നാട്ടിലെ, ഞാൻ 10 വർഷം സൗദിയിൽ ശേഷം വന്നതാ, എനിക്കറിയില്ല. അപ്പം ഞാൻ വന്ന് വെച്ച് നിങ്ങൾ ഡാൻസ് കളിക്കാൻ വരുമോ? അപ്പൊ ഞങ്ങളുടെ മാമിന്റെ അടുത്ത് ചോദിക്കണം. അപ്പൊ ഞാൻ അവിടെ മാം എന്ന് പറഞ്ഞ ലേഡി അടുത്ത് പോയി ചോദിച്ചു. അപ്പോ അവര് എന്താണ് അവര് ഇല്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കുട്ടികൾ. അപ്പൊ ഞാൻ ഫൈൻ, എനിക്ക് കിട്ടില്ല. പക്ഷെ എന്തായാലും ഞാൻ കുറെ വിഷമിച്ചു. പക്ഷെ കുറെ ഒരു ഫോം ചെയ്തു, ഒരു 30 ഡാൻസസ് എന്ന ആറ്റുകൾ വെച്ചാൽ അത് ഒരു ചാനലിന്റെ ആള് കണ്ടു. പിന്നെ ഞാൻ വേറൊരു ചാനലിലോട്ട് കയറി. അങ്ങനെ ചാനൽ മാറിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഈ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് ടീമില്, എങ്ങനെയാണ് ഹൗ ഡു യു സെലക്ട്? ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഈസി. പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറയും. അപ്പൊ അവര് ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മൂവ്മെന്റ് ചെയ്യും. അങ്ങനെ ഞാൻ പക്ക ക്ലാസിക്കലൊന്നും ഞാൻ എടുക്കുന്നില്ല, സെമി ക്ലാസിക്കലൊക്കെ സേഫ് ഇൻ മൈ ഹാൻഡ്. അപ്പം കാരണം ഞാൻ നിർമ്മല ഭവൻ സ്കൂളില് അത് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പോഴും ഈ ഇടയ്ക്ക് വരെ കുട്ടികൾ അതിന്റെ പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ പഠിപ്പിച്ച ഡാൻസ് അവിടെ ചേഞ്ച് ചെയ്തു പഴയ. കാരണം അത് 10 പ്രാവശ്യം അവർക്ക് പ്രൈസ് കിട്ടിയത് ആ സമയത്തുള്ള ഒരു വർഷത്തിലെ സ്കൂൾ ഫെസ്റ്റിന്. അത് സെമി ക്ലാസിക്കൽ. അപ്പം അതിന് ഫസ്റ്റ് കിട്ടിയപ്പോ കൂടെ കമ്പീറ്റ് ചെയ്ത നല്ല ഭയങ്കര പക്ക ക്ലാസിക്കൽ ഡാൻസേഴ്സിന്റെ ഒക്കെ മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഇവർക്കൊന്നും അറിയില്ലല്ലോ, ഇവർക്ക് എങ്ങനെയായി പ്രൈസ് കിട്ടിയത്? ഡാൻസും പകുതിയുണ്ട്, പക്ഷെ പകുതി കോസ്റ്റ്യൂംസും മൊത്തം സെറ്റിംഗ്. മൊത്തത്തില് എന്റെ ഡാൻസിലുള്ള പ്രത്യേകത വെച്ചാൽ അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം വരും. എവിടെ കുറയുന്നോ അത് നമ്മൾ വേറെ കാര്യത്തിൽ അതങ്ങോട്ട് നികത്തും. ശരി. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക നല്ലൊരു കാഴ്ചയാണ് ഡാൻസ് കളിക്കുമ്പോൾ. ഡ്രസ്സിംഗ് ആയാലും ശരിയല്ല, അങ്ങനെ നല്ല സെലക്ഷൻ ഓഫ് കുട്ടികൾ, നല്ല സെലക്ഷൻ ഓഫ് കോസ്റ്റ്യൂംസ്, പ്രോപ്സ് ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് നാച്ചുറലി. പിന്നെ ഡാൻസും ഓഫ്കോഴ്സ് നല്ലതായിരിക്കണം. കാരണം അതാ പറഞ്ഞത്, എനിക്ക് ഈ സെമി ക്ലാസിക്കൽ അതൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്നതാണ്. അപ്പം കുട്ടികൾ വരുമ്പോൾ ഞാൻ 2 പാട്ടിടും, ഒരു ഇന്ത്യൻ ഇടും, ഒരു വെസ്റ്റേൺ ഇടും. അപ്പൊ നമുക്ക് കളിക്കുമ്പോൾ അറിയാലോ. അല്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു സജിനിക്ക് ഇപ്പം ക്ലാസിക്കൽ ബേസോ അല്ല അങ്ങനത്തെ അല്ല, ഉള്ളിൽ ഒരുപാട് നൃത്തം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ. ഞാൻ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിൽ തന്നെ സ്റ്റക്കായി പോയത്. ഇപ്പൊ നോട്ട് ബോധേഡ്, ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. അത് പക്ഷെ പുറത്ത് വരുമ്പോ എല്ലാം കൂടെ നന്നായിട്ട് വരും. അതെ, അത് ഏതോ ജന്മങ്ങളിലൊക്കെ ചെയ്യും. നമ്മളിങ്ങനെ പൂർവ്വജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏതോ ജന്മങ്ങളിലൊക്കെ കരുതി വെച്ച് കൊണ്ടുവന്ന് ഒരു ജന്മത്തിൽ അതങ്ങ് ഫ്ലവർ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നതാണ്. എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കും അതെങ്ങനെ. പിന്നെ ചിലവർക്ക് ഞാൻ കളിക്കൂലെന്ന് അറിയാം, കുറെ പേർക്കൊക്കെ അറിയാം ഞാൻ ഡാൻസ് കളിക്കുമെന്ന്. പക്ഷെ ഒരിക്കലും സ്റ്റേജിൽ ഇപ്പൊ ഇടയ്ക്കൊന്നും ചെയ്തു. അത് പക്ഷെ ഇപ്പൊ ഈ കണ്ടീഷനിൽ ഈ തടിയൊക്കെ വെച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും പക്ഷെ എന്നെ അറിയാവുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കാണുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഇനിയിപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും സജനയുടെ ഒരു ഡാൻസ് കാണണം എന്നൊരു ആഗ്രഹം കാണും. കാരണം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു, ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു, നോക്കിയാൽ മതിയുണ്ട്. അപ്പൊ യൂട്യൂബിലുണ്ട്, എല്ലാവർക്കും കാണാം. ആർക്കെങ്കിലും ഒരു ആഗ്രഹം വരാതിരിക്കില്ല ഒരുവിധം. കാരണം ഈ ട്രിവാൻഡ്രത്തുള്ള എല്ലാ സ്കൂളിലുള്ള കുട്ടികൾക്ക് അറിയാം ഞാൻ കളിക്കുന്നു. അത് ഞാൻ അവിടെ പഠിപ്പിക്കാനൊക്കെ പോയി കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ കളിക്കുന്ന കാര്യം, എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ചാനൽ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ അതിലൊക്കെ കുറച്ച് ഡാൻസ് കളിക്കാറുണ്ട്. ഇപ്പോഴത്തെ ടീം എങ്ങനെയാണ്? ഇപ്പൊ ഒരു ടീം ഫോം ചെയ്ത് ഇപ്പൊ ഒരു പ്രോഗ്രാം പറയുന്നു, എന്താണ് അവര് കോൺസെപ്റ്റ് ഇങ്ങോട്ട് തരികയാണോ അല്ല സജന അങ്ങോട്ട് ഓഫർ ചെയ്യാണോ കോൺസെപ്റ്റ്? ഇല്ല, ഇപ്പം കൂടുതലും നമ്മൾ ചാനൽ വരുന്നത് എന്താണ്, ഒന്നെങ്കിൽ അവാർഡ് നൈറ്റ്സും അങ്ങനെയൊക്കെ. അപ്പൊ നാച്ചുറലി ആസ് യൂഷ്വൽ ഫിലിം സോങ്സും അതും ഇതൊക്കെ തന്നെയാണ്. ഒരു നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനൊന്നും കാണത്തില്ല. പക്ഷെ ഒരു ഇപ്പൊ അല്ലാത്ത ഇപ്പൊ നമുക്കിപ്പം ഐയുടെ ലൈക്ക് വിക്രമിന്റെ ഐയുടെ ഇതിന്റെ പ്രൊമോഷൻ, അതൊരു ഫ്ലാഷ് മൊബൈൽ, അതിലെ പാട്ടുകളൊക്കെ അവരൊക്കെ അത് പറയും നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയും. അല്ലെങ്കിൽ ആസ് സ്റ്റേജ് ഷോ നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് അറിയാലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ അല്ലെങ്കിൽ ചിലർ പറയും ഇതായിരിക്കും തീം, ഇപ്പൊ അമ്മയുടെ ഒരു തീമായിരിക്കും, അമ്മയുടെ ഒരു ഡാൻസ്, അതിൽ ഒരു ഡാൻസ് അതായിരിക്കും, ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടം ഈ സിനിമാറ്റിക് ഡാൻസും അതൊക്കെ ആണല്ലോ. ഒന്നൊരു സെമി ക്ലാസിക്കൽ എന്തായാലും കാണും. അതെ, ഈ ഇടയ്ക്ക് ഇപ്പൊ ഓണത്തിന്റെ ഷോ ചെയ്തപ്പോൾ അവർ ആദ്യം ഒരു ടൈറ്റിൽ സോങ് തന്നത് ഓണത്തിന്, അത് നമ്മൾ ചെയ്തു. ബാക്കിയൊക്കെ സിനിമ സോങ്സ് അല്ലേ ക്രൗഡും എൻജോയ് ചെയ്യുന്നത്. ഇതൊരു അപ്പൊ കൂടുതൽ അവർക്ക് വേണ്ടത്, കാരണം ആ എനർജി ലെവല് ഈ പറയുന്ന കളിക്കുന്ന ആൾക്കാരുടെ എനർജി അത് അങ്ങോട്ട് കൺവേ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണല്ലോ. ഒരു ഇൻവൈറ്റഡ് ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മളും പോയിരുന്ന് കാണും. ആ ഒരു സ്ലോ നമ്പർ ഡാൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അല്ലാതെ ഈ ലോക്കലായിട്ട് ഒരുപാട് നമ്മൾ ആൾക്കാർ കയറി വരുമ്പോ ഒരിക്കലും അവരിങ്ങനെ പറയുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണണം. ഇങ്ങനെ പാട്ട് ഫെമിലിയർ പാട്ടായിരിക്കണം നമ്മൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സെലക്ഷൻസ് ഓഫ് സോങ്സ് ഇപ്പം
ഒരു അടിപൊളി മാത്രം അങ്ങനെയാണോ? അല്ലല്ല, സ്ലോ നമ്പേഴ്സ് ഞാൻ ഭയങ്കര മിക്സ് ആണോ? എന്റെ ഡാൻസിൽ പ്രത്യേകം വെച്ചാൽ എന്റെ ഗേൾസ് ആർ വെരി എക്സ്പ്രസീവ്. കാരണം ഞാൻ ഡാൻസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ബോയ്സിനും ഗേൾസിനും എക്സ്പ്രഷൻ വേണം എന്നുള്ളത്. അത് ഞാൻ ഒരുപാട് ഷോയിൽ കണ്ടിട്ടുണ്ട്. കുട്ടികളെല്ലാം വളരെ ഓട്ടോമാറ്റിനെ പോലെ വന്നു നിന്ന് ഒരു ചിരി പോലും പക്ഷേ യു വാച്ച് മൈ ഷോസ്, എന്റെ കുട്ടികൾ ദേ എൻജോയ് ആൻഡ് ഡാൻസ്. അതാണ് വേണ്ടത്. അതിപ്പോ റീസെന്റ് തന്നെ നിങ്ങൾ തന്നെ കണ്ടു കാണും. നിങ്ങളുടെ തന്നെ ഷോ ഞാൻ ചെയ്തപ്പോ അത് എന്റെ അടുത്ത് വന്ന് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ദേ എൻജോയിങ് സച്ചിന, ദേ എൻജോയിങ്. ഞാൻ പറഞ്ഞു അത് അങ്ങനെയാണ്, ദേ എൻജോയ് ഡാൻസ്. കാരണം എന്റെ ഒരു ഞാൻ പറയുന്ന വെച്ചാൽ വെൻ യു ഡാൻസ് യു ഷുഡ് എൻജോയ്. അത് കണ്ണി കാണണം. ഈ ലൈക്ക് കണ്ണില് ആ ഓരോ എക്സ്പ്രഷൻ നമ്മുടെ കണ്ണി കാണും. യു ഷുഡ് ലുക്ക് വെരി എന്താ പറയുക, നമ്മൾ കളിക്കുമ്പോൾ തന്നെ ആ ഓരോ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ കണ്ണിലൂടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വേണം. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറഞ്ഞ ഈ എക്സ്പ്രഷൻസ് ആൾക്കാരിൽ കൺവേ ചെയ്യണമെങ്കിൽ നമ്മുടെ മുഖം എന്ന് പറയുന്നത് ശരിക്കും കണ്ണ്, എസ്പെഷ്യലി ആ കണ്ണിൽ കൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൂരെ ഓഡിയൻസ് ആണ് വരുന്നത്. പക്ഷെ ചാനൽ കവറേജ് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ അടുത്ത് വരില്ല. അപ്പൊ അതിൽ കാണണമെന്നാണ് ഞാൻ എപ്പോഴും എക്സ്പ്രഷൻ. ലൈക്ക് ബോയ്സ് പറയും ചേച്ചിയുണ്ട്, ചേച്ചിയുടെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് ചിലർ പറയാണ്. ബോയ്സിന്റെ എക്സ്പ്രഷൻ വെച്ചാൽ ഇങ്ങനെ കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു രസമായിട്ട് ഒരു കളിക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതൊക്കെ വേണം. അത് വെസ്റ്റേൺ ആയാലും ശരി ഇന്ത്യൻ ആയാലും ശരി, ഞാൻ അതിനോട് ഒത്തുപോകുന്ന ഒരാളാണ് എപ്പോഴും. അതായത് ഇപ്പൊ നമ്മളൊരു പറഞ്ഞു നേരത്തെ, ഇപ്പം സിനിമ എന്താണ് ഷോസ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവർ തീം തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം. ഈ കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യമില്ലേ? ഉണ്ട്. കാരണം കൂടുതലും ഇപ്പൊ നമുക്ക് ഈ അവാർഡ് നൈറ്റ്സിനൊന്നും അങ്ങനെ അവര് കോൺസെപ്റ്റ് അങ്ങനെ ഒന്നും തരത്തില്ല. പക്ഷെ അല്ലാതെ ഈ ഷോസ്, റിയാലിറ്റി ഷോസിൽ കുറെ കോമ്പറ്റീഷൻസ് വരുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് അത് ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ അത് നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്യണം. നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ എന്റെ ടീമിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഐഡിയാസ് ആൻഡ് വ്യൂസ് നമ്മൾ എടുക്കും. കാരണം എല്ലാ തവണ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ടീം വർക്ക്. കാരണം പക്ഷെ ചില ടീമുണ്ട് ആ മെയിൻ കൊറിയോഗ്രാഫർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എല്ലാവരുടെയും. കാരണം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരുടെയും ചെറിയ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ആരാ സംസാരിക്കുന്നത്? എന്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി അതൊന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂരിന്നല്ലേ വിളിക്കുന്നേ? ചോദിച്ചോളൂ സജിന എടുത്ത. എന്നെ മോനെ പഠിപ്പിക്കാൻ വേണ്ടി മാഡത്തിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയാണ്. അത് എങ്ങനെയാ എന്താന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ്. ഹൈസ്കൂളിലെ ടീച്ചറാണ്, സീനിയർ സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചറാണ്. എന്താ പേരെന്താണ്? മോന്റെയോ? എന്റെ പേര് കുമാറാണ്. കുമാർ, ഞാൻ ട്രിവാൻഡ്രത്താണ് കുമാർ. ഇവിടെ എന്റെ ക്ലാസ് ഒക്കെ ട്രിവാൻഡ്രത്താണ്. മോൾ എന്തിനു പഠിക്കുന്നു? അതെ, അല്ല മാഡം, ഞാൻ അപ്പൊ എന്തെങ്കിലും മോനെ പഠിപ്പിക്കാൻ വേണ്ടി പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെ കുമാറെ, എന്റെ ക്ലാസ് ട്രിവാൻഡ്രത്താണ്. അപ്പൊ നിങ്ങൾ തൃശ്ശൂര് നല്ല വേറെയും ക്ലാസ്സസ് കാണുമല്ലോ അവിടെ. ഞാൻ ട്രിവാൻഡ്രത്താ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അല്ല അല്ല തൃശ്ശൂരുണ്ടോ? തൃശ്ശൂരില്ല, ട്രിവാൻഡ്രത്താണ് എന്റെ ക്ലാസ്. എത്ര വയസ്സുള്ള കുട്ടിയാ? എത്ര വയസ്സുള്ള കുട്ടിയാ? ഹലോ, എത്ര വയസ്സുള്ള കുട്ടിയാണെന്ന്? 12 വയസ്സിലെ. ഓക്കെ, അപ്പം തൃശ്ശൂര് ഒരുപാട് നല്ല സ്കൂൾസ് ഉണ്ട്. തൃശ്ശൂര് നല്ല ഓക്കെ, തൃശ്ശൂര് നല്ല സ്കൂൾസ് ഉണ്ട്. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യവും. എനിവേ താങ്ക്സ് ഫോർ കോളിംഗ്. കാരണം ഒരുപാട് ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കൊരു ആഗ്രഹം കാണും സജന എന്ന ബ്രാൻഡ് നെയിമിന്റെ അടിയിൽ വർക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും കാണും. കാരണം എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നെയിം വാല്യൂ, ഒരു ഫേസ് വാല്യൂ, അതൊക്കെ ഇത്രയും കാലത്ത് ഹാർഡ് വർക്കിന് ശേഷം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ പിറകെ ഇതുണ്ട്. ഇനി ഒരുപാട് പ്രേക്ഷകരുടെ കോൾ വരും. നമ്മൾ ഫോൺ നമ്പർ കാണിക്കുന്നില്ല, കാരണം ഇതിന്റെ പിറകെയുള്ള റഷ് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം ഇനി അങ്ങോട്ട് കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹം കാണും. ഇപ്പം നമ്മൾ ഒരു സ്കൂള്, ഒരു സാധാരണ നമ്മളിപ്പോൾ ഒരു ഡാൻസ് സ്കൂളോ അങ്ങനെ ആകുമ്പോൾ ഫ്രം ബേസിക്സിൽ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ഓൾ ഓഫ് എ സഡൻ അല്ല നമ്മൾ ഇതിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം സജനയുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ബേസിക് സാധനങ്ങളും പഠിച്ചിട്ട്
കുറെ കൂടെ എക്സ്പോഷർ കിട്ടുകയാണ്. അത് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? അതുകൊണ്ടാണ് ഈ പറയുന്നത്. എനിക്ക് അങ്ങനെ വലിയ റഷ് ഒന്നും ആവണ്ടില്ല. ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് നന്നായിട്ട് ചെയ്തോണ്ട് പോയാൽ മതി. ഉള്ളത് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ്. അത് മതി, ക്വാളിറ്റി ആയിട്ട്. ഒരുപാട് പേര് ഇപ്പം പ്രത്യേകിച്ചും ഇപ്പൊ ക്ലാസ്സസ് അവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചിലര് വരുന്നെങ്കിൽ ഞാൻ തന്നെ ക്ലാസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്റെ പേര് ഇപ്പൊ ബ്രാൻഡ് നെയിം ഒക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. ഈ ക്ലാസ്സസ് തുടങ്ങി ഇന്ന ആളുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കാണണം. പക്ഷെ നമുക്ക് അവിടെ എപ്പോഴും കാണാൻ പറ്റില്ല. എന്നാലും ഇപ്പൊ പറഞ്ഞില്ല നല്ലൊരു ടീം എനിക്ക് തോന്നുന്നു സജനയുടെ പൾസ് സജന എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നവരെ. പക്ഷെ ഞാൻ ചിലർ പറയും മാം ഇല്ലേ ഞാൻ പറഞ്ഞു മാം നമ്മളവരെ പ്രോമിസ് ചെയ്ത് അങ്ങനെ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അതിലൂടെ ഒത്തുപോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ എന്റെ പേര് അതങ്ങനെ വെക്കാറില്ല. കാരണം അവരെന്നെ വിചാരിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അവര് നമ്മൾ ചീറ്റ് ചെയ്യുന്ന പോലെ ആയി. അല്ല, ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പറയുന്നത് തീർച്ചയായിട്ടും അസിസ്റ്റൻസിനെ പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ വേറെ ആൾക്കാരെ വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നത് അവിടെ ക്ലാസ്. പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിന് തന്നെ ഒരുപാട് ഇത് കൊടുക്കുന്നില്ല. വരുന്ന കുറച്ച് കുട്ടികൾ അതിനുവേണ്ടി കുറെ കുട്ടികൾ വരുന്നുണ്ട്, അവരൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. ഒരുപാട് നമ്മൾ അതിനുവേണ്ടി പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ സ്ഥലത്തും ഈ റിയാലിറ്റി ഷോസും എല്ലാ ഡാൻസേഴ്സും എപ്പോഴും ബിസിയാണ്. ഏത് ചാനൽ തുറന്നാന്ന് അറിയാലോ. അപ്പം അതിന് പാട്ടാലും ശരി ബാക്കിൽ ഡാൻസേഴ്സ് വേണം. എവറി വൺ ഇസ് ബിസി. ഒരു മാസത്തെ ഒരു കുറെ ദിവസം ഷൂട്ട്സ് ആണ്. അപ്പൊ ആ സമയത്ത് ഈ സാറ്റർഡേ സൺഡേ ആയിരിക്കും മിക്കവാറും ഷൂട്ടൊക്കെ വരുന്നത്. ആ സമയത്താണ് ഡാൻസ് ക്ലാസ്സസ്. നമ്മൾ ഈ കുട്ടികളുടെ പൈസയും മേടിച്ച് എല്ലാം അവിടെ കൊണ്ടുവന്നത് നമ്മളാരും അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. അതുകൊണ്ട് വരുന്ന കുട്ടികൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുട്ടികൾ മാത്രം മതി. അവിടെ നമുക്ക് പിറ്റേ ദിവസം ആക്കാം മക്കളെ എന്ന് പറഞ്ഞാൽ ഓക്കെ എസ് പറയുന്ന കുട്ടികൾ മതി. അതുകൊണ്ടാണ് അധികം വലിയ ഇതാക്കി എടുക്കാത്തത്. പിന്നെ അതുമല്ല ഒരു ഡാൻസ് ക്ലാസ് മാത്രം വെച്ചുള്ള വരുമാനം ഒന്നും ഇപ്പൊ എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളൊരാളെ നിർത്തിയാൽ പോലും അത് ഒരു വരുമാനം അല്ല. അവർ വേറെയും വർക്ക് ചെയ്യണം. വെറും ഈ ഡാൻസ് കൊണ്ട് നടന്നു പറഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് കിട്ടാൻ പോണില്ല. അല്ലെങ്കിൽ ഒരു വലിയ സിനിമാ നടിയോ അല്ലെങ്കിൽ വലിയൊരു ഡാൻസറൊക്കെ ആയാലും നമുക്ക് അതിനുള്ള ഗുണമുള്ളൂ. അല്ലാതെ സാധാരണ ഒരു ഡാൻസറിനൊന്നും ഒരു വരുമാനവും കിട്ടില്ല. ശരി. കാരണം അത് എനിക്കറിയാം. കാരണം ഇതിന്റെ പിറകെ ഒരുപാട് എന്താ പറയാ ഈ ഡെഡിക്കേഷനും ഇതിന്റെ പിറകെ ഈ പെയിനും കുറച്ച് പണവും ആണ് ഈ ബാക്കി വരുന്നത്. കാരണം ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ വർഷം തന്നെ അത് വിട്ടുപോയേനെ. കാരണം എനിക്കെടുത്ത് ചെലവാക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ അതില്ല. കുറച്ചു കടയിലുണ്ട്, പക്ഷെ എല്ലാവരുടെയും കയ്യിൽ അതില്ല. അപ്പൊ അവര് കടം മേടിച്ചു അതൊക്കെ ചെയ്തിട്ട് വീണ്ടും ഷോസ് കിട്ടും എന്ന് പറയുന്നത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാവരും ഗൾഫിലോട്ട് പോകും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ശരി. അപ്പൊ ഇതിനൊരു ഫ്യൂച്ചർ ഈ കൊറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരണം ആൾക്കാർക്ക് മാത്രം നമ്മുടെ ഇവിടെ നിന്ന് ചാൻസസ് ഉണ്ട്. അല്ലാതെ ഞാൻ എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേരൊന്നും സക്സസ്ഫുൾ ആയിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഇപ്പം വലിയൊരു നടിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ വിചാരം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എത്രയോ പറഞ്ഞ പോലെ ഓൾ ഓവർ കേരള ഇപ്പം കൊറിയോഗ്രാഫിയുടെ ഒരു വലിയൊരു ബൂമായിട്ടാണ് നമ്മൾ ഒരു ഇടക്കാലത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും ഓഫ്കോഴ്സ് ഇപ്പൊ എല്ലാ ചാനൽസിലും ഏത് പ്രോഗ്രാം ഇപ്പൊ സ്റ്റേജ് ഷോസ് ആയാലും അതിനൊരു പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും പറയുമ്പോൾ ശരിക്കും സജന ഇത് പറയുമ്പോൾ എനിക്കൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. ഈ കൊറിയോഗ്രാഫിക്ക് ഒരു ഫ്യൂച്ചർ ഇവിടെ ഗ്രിമ്മാണോ? ഞാൻ പറഞ്ഞു അതിനെ എങ്ങനെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും? അതൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇതുകൊണ്ടൊന്നും ഇപ്പം ഓക്കെ ആവശ്യത്തിന് പൈസ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ. അപ്പൊ ഞാനൊരു കാറിൽ ഒക്കെ പോവുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതൊന്നും ഷോ ഒന്നും ഉണ്ടാക്കിയത്. പക്ഷെ അതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവരും കാറും കൊണ്ട് നടക്കേണ്ടി വരും. എത്ര പേര് ഇപ്പോഴും കഷ്ടപ്പെടുന്ന എത്രയോ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. എത്ര ചാനൽ ഷോസ് ചെയ്താലും നമുക്ക് അങ്ങനെയൊന്നും അത്ര ഒരുപാട് പൈസ ഒന്നും കിട്ടില്ല. നമുക്കൊരു വലിയൊരു കാർ മേടിക്കാൻ വലിയൊരു വീട് വെക്കാനൊന്നും ഓക്കെ കുറെ ഫിലിംസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഫിലിം ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ കുറച്ചുകൂടെ കൂടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡിമാൻഡ് ചെയ്യാം. ടു ബി ട്രൂ ഞാൻ ഒരു 3 years ആയിട്ട് 2 years ആയിട്ടുള്ളൂ ഞാൻ നന്നായിട്ട് എനിക്ക് പൈസ മീൻസ് ഇതിനകത്തുനിന്ന് റിട്ടേൺസ് കിട്ടുന്ന 2 years അല്ല, അതുവരെ ഞാൻ നഷ്ടത്തിലാണ്. പക്ഷെ എന്നാലും ഞാനൊന്നും ആർക്കും പറഞ്ഞു ഓക്കെ അഫ്കോഴ്സ് എന്റെ ടീമിനറിയാം ഈ 2 years ആയിട്ടുള്ളൂ എന്റെ വർക്കിന് അറിഞ്ഞ് എനിക്ക് പൈസ തരാൻ തുടങ്ങിയിട്ട്. ശരി. യു വോണ്ട് ബിലീവ് 40 ഡാൻസസ് ഒക്കെ ചിലപ്പോൾ വെറും 40,000 രൂപയ്ക്ക് ഞാൻ ടീമും കൊണ്ട് ചെയ്ത വർഷങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെ പറ്റും. ഓരോ കുട്ടിക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 500 കൊടുക്കേണ്ട കുറെ ഇയേഴ്സ് ബാക്ക് ആണ്. വെറും 40,000 റുപ്പീസില് ഞാൻ കോസ്റ്റ്യൂമും ഒരു 10-35 ഡാൻസും ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു. 3 ദിവസത്തെ ഷൂട്ട് 4 ദിവസത്തെ ഷൂട്ട്. പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല. തീർച്ചയായിട്ടും
ഈ 2 years സത്യം എന്റെ ഡാൻസ് ആണ് സത്യം 2 years ആയിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും പൈസ ഇതിൽ നിന്ന് എനിക്ക് കിട്ടി തുടങ്ങിയത്. അതുവരെ ഐ വാസ് ലൈക്ക് എന്താ പറയണ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന്റെ പറയുള്ള പാഷൻ മാത്രം. പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ കഷ്ടപ്പെടുന്നതിന് എപ്പോഴെങ്കിലും എനിക്കൊരു ഇത് കിട്ടുമെന്നറിയാം. എന്നിട്ട് ഈ 2 years മുമ്പ് എനിക്കൊരു ദിവസം ഒരു പൈസ എനിക്ക് കിട്ടിയപ്പോ എന്റെ ചോദിച്ചു ഇത്ര മതിയോ സജിന എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഇത്രയും കിട്ടുമെന്ന് എന്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു. പക്ഷെ അതുവരെ ഐ വോണ്ട് ആസ്ക് എനിവൺ ഫോർ മണി. അത് എന്റെ ഒരു പ്ലസ് പോയിന്റ് ആണോ മൈനസ് പോയിന്റ് ആണോ എനിക്കറിയില്ല. എന്നെ അറിയാം ഒരിക്കലും ഞാൻ പൈസയ്ക്ക് വേണ്ടി ഭാഗ്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്കറിയാം ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തില്ല. അപ്പം എനിക്കുള്ളത് അള്ളാഹ് കിട്ടിയിരിക്കണം, കിട്ടും, എപ്പോഴെങ്കിലും കിട്ടും, അത്രേ ഉള്ളൂ. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇത്രയും എമൗണ്ട് ഓഫ് മണി ലൈക്ക് ഒരു ലാക്കിലോട്ടൊക്കെ പോയപ്പോ എനിക്ക് കിട്ടിയത് 2 years ബാക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഇത്രയും തരുമോന്നൊക്കെ എന്റെ മനസ്സിലിങ്ങനെ ഭയങ്കര പേഷ്യൻസ്. പിന്നെ അല്ല എനിക്ക് പിന്നെ ഡാൻസ് ഒരു പാഷനാണ്. എന്റെ ഫാദർ പറയും കയ്യിലുള്ള പൈസ മൊത്തം കൊണ്ട് ഇതിലിട്ടോന്ന് പറയും. ശരിക്കും സജന ഒരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ഇത്രയും കാലത്ത് അതായത് 13 വർഷം ഇതിനകത്ത് നിൽക്കുകയും കഴിഞ്ഞ ഈ പറഞ്ഞ കണക്കാണെങ്കിൽ ഒരു 11 വർഷത്തോളം അതെങ്ങനെയോ പിടിച്ച് എന്താ പറയാ നല്ലൊരു ടീം വർക്കും നല്ലൊരു പാഷന്റെയും പുറത്താണ് ഇത് ഇത്രയും കാലം നിന്നത്. ഇപ്പോഴാണ് അത് എന്താ പറയാ സ്റ്റേജിലോട്ട് കടന്നത്. എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഹസ്ബൻഡ്, അതാ ഞാൻ പറയാൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. പിന്നെ എന്റെ 2 മക്കള്. ഓക്കെ ബാക്കി ഓക്കെ അവര് രണ്ടുപേരും സ്വന്തം കാര്യം നോക്കുന്നതാണ്. രണ്ടുപേരും മൂത്ത മോളും രണ്ടാമത്തെ മോളെ ശരി രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതാണ്. ദേ സപ്പോർട്ട് മീ. അവർക്കറിയാം, കാരണം എന്റെ ഉള്ളിലുള്ള പാഷൻ അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊന്നും ഒരുപാട് ഡിഗ്രി ഉള്ള ഒരു കൂട്ടത്തിലൊന്നും ചെറുതിലെ കല്യാണം കഴിഞ്ഞു. ഞാൻ പിന്നെ ഇതിലോട്ടായി ഒന്നുമില്ലാതെ വീട്ടിൽ വെറും ഫോണും വിളിച്ച് ആൾക്കാർ ഗോസിപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എപ്പോഴും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്നാണ് എന്റെ. അപ്പം എനിക്കറിയാൻ ആകെ ഡാൻസ് ആണ്, അതൊരു ബേസ് ഇല്ലാത്ത ഒരു ഡാൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് വലിയ കാര്യമാണ്, സപ്പോർട്ട് നമുക്ക് വേണമല്ലോ ഫാമിലിയുടെ. ഇപ്പം ശരിക്കും പറഞ്ഞ സജന ഇതിലേക്ക് വന്നു, ഫിലിമിൽ ഇപ്പൊ ഇത് കിട്ടി. ഈ റെക്കഗ്നേഷൻ തീർച്ചയായിട്ടും എല്ലാ ഈ ഫിലിം വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് അന്യ സംസ്ഥാനങ്ങളും നമ്മുടെ ഓരോരോരോ ഇതിലേക്ക് വരും. അങ്ങനെ വരുമ്പോ ഈ എന്താ പറയാ അടുത്ത പടിയിലേക്ക് കടക്കാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? മഞ്ജു, പാലക്കാട് നിന്നാണ്. ആ ചോദിച്ചോളൂ, സജിനായിട്ട് സംസാരിച്ചോളൂ. പാലക്കാട് നിന്നാണ്. ഒന്ന് ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? ഐ മീൻ ടിവിയിൽ ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിക്കുക. ശരി ശരി. അല്ലെങ്കിൽ സംസാരിക്കുന്നത് മനസ്സിലാവില്ല. ശരി. മഞ്ജു പറഞ്ഞോളൂ. ഹലോ ചേച്ചി. പറഞ്ഞോ മഞ്ജു. ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നു, സിനിമ താരങ്ങളെയൊക്കെ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ടല്ലോ. ആര് ഒന്ന് പറയാമോ? ആരെങ്കിലും ഒരാളെ? ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. നമിത, ദുൽഖർ, ഷംന കാസിം, അവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റോമ, സദാ. ചെറിയ മോനുണ്ട്, 4 വയസ്സായ കുട്ടി. ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റുമോ? 4 വയസ്സുള്ള മോന് ഡാൻസ് ഒക്കെ ഇഷ്ടമാണോ? ആൺകുട്ടിയാണ്, ആദിത്യ എന്നാണ് പേര്. ഡാൻസ് ഒക്കെ ഇഷ്ടമാണോ മോന്? മോന് ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്, കളിക്കാറുണ്ട്. പാട്ട് വരുമ്പോ കളിക്കാറുണ്ട്. പാട്ട് വരുമ്പോ കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ക്ലാസ്സിൽ കൊണ്ടുപോയാൽ ചിലപ്പോ അവൻ പഠിച്ചെന്നിരിക്കില്ല. അപ്പൊ അവന് സ്വന്തമായിട്ട് തോന്നും എപ്പൊ ഡാൻസ് പഠിക്കണമെന്ന് തോന്നും. കാരണം ക്ലാസ്സിൽ കൊണ്ടുപോയാൽ ചിലപ്പോ സ്ട്രിക്റ്റ് ആയിട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അവനില്ല. ഈ വെറുതെ കിടന്ന് ഡാൻസ് കളിക്കാൻ ചിലപ്പോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് മോന് കുറച്ചുകൂടെ ആയിട്ട് ഒരു 5 വയസ്സൊക്കെ ആയിട്ട് കൊണ്ട് ചേർത്താൽ മതി. ഇപ്പൊ 5 വയസ്സാണ്. ഇപ്പൊ 4 വയസ്സിന്. എന്റെ ആദിത്യൻ മോനുണ്ട്, ചെറിയൊരു മോനുണ്ട്. മോന്റെ പേര് ആദിദേവ് എന്നാണ്. ആദിദേവ്. ഓക്കെ, നല്ല പേരാണല്ലോ അല്ലേ? നല്ല പേരാ, നല്ല പേര്. സംസാരിക്കാൻ പറ്റിയതിന് നല്ല സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട് മഞ്ജു എടുത്ത് സംസാരിക്കാൻ പറ്റും. എന്നെ ഇങ്ങനെ അറിഞ്ഞ ആൾക്കാരെ വിളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാണാൻ പറ്റില്ല, എപ്പോഴെങ്കിലും കാണാൻ പറ്റിയ. മഞ്ജു ഡാൻസ് കളിക്കുവോ? മഞ്ജു ഡാൻസ് കളിക്കുവോ? ഇല്ല ഞാൻ കളിക്കാറില്ല. അതെന്താ മഞ്ജു ഡാൻസ് കളിക്കാതെ? മഞ്ജുന്റെ ഉള്ളിലും ഡാൻസ് കാര്യമൊക്കെ ഉണ്ട്, ഒന്ന് കളിച്ചു നോക്കിയേ. അയ്യോ, എനിക്ക് കളിക്കാറില്ല. എന്റെ മോനെ പഠിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പാലക്കാടൊക്കെ നല്ല സ്കൂൾസ് ഒക്കെ ഉണ്ട്, അപ്പൊ അവിടെ കൊണ്ട് ചേർക്കാം മോന. ശരി ശരി കേട്ടോ. അപ്പൊ എപ്പോഴെങ്കിലും കാണാം മഞ്ജുന പാലക്കാട് വരുമ്പോ. താങ്ക് യു. ഓക്കെ, ശരി എന്നാ. ഓക്കെ മഞ്ജു, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ കൊറിയോഗ്രാഫി ഇത് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത, അതായത് ഇപ്പൊ ചെയ്തത്
അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അറിയപ്പെട്ട് കാണും തീർച്ചയായിട്ടും. നോട്ടീസബിളായി. ഈ അവാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് ആരും എന്നെ പ്രൊമോട്ട് ചെയ്യാനും ഇല്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഗോഡ് ഫാദറും ഇപ്പൊ ഒരു ആൻ പോലത്തെ ഒരു ഗോഡ് ഫാദറിനെ കിട്ടി റീസെന്റ്, അല്ലാതെ എനിക്ക് ആരുമില്ല. അപ്പൊ ഞാൻ എന്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഫേസ്ബുക്കിൽ ഇടും. അപ്പൊ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും, പല സ്ഥലത്തുള്ളയും. ഇപ്പൊ ചെന്നൈയിൽ നിന്നാലും ശരി, കന്നഡയിൽ നിന്നാലും എല്ലാവരും കാണും. അങ്ങനെ എനിക്ക് 2-3 ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അത് ഈ അവാർഡ് കിട്ടുന്നതിന് മുമ്പ്. ഇപ്പൊ ഒരു കന്നഡ മൂവിയുടെ ഓഫർ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ചെയ്യും, എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. കാരണം ഈ ഒരുപാടൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നതിന് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അത് ചെയ്യുന്നറിയാം. പിന്നെ ഇതിന് മുമ്പൊക്കെ ഒരുപാട് ഒരു മൂവിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ചൂസ് ചെയ്യണം. നല്ലതും ചീത്തതും ഒക്കെ നോക്കി നമ്മൾ ചൂസ് ചെയ്യാതെ വെറുതെ കയറി ചാടിക്കയറി പൈസയ്ക്ക് വേണ്ടിയിട്ടും ഫെമിന് വേണ്ടി പോകുന്ന കൂട്ടത്തിലല്ല ഞാൻ കംഫർട്ടബിൾ ആയിരിക്കണം. അത് ഏത് ക്രൂവായാലും ശരി, അത് കംഫർട്ടബിൾ വേണം, നമുക്കുള്ള റെസ്പെക്ട് തരണം. എന്നാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. അതിപ്പോ ഇവിടെ മലയാളത്തിലായാലും ശരി, ഭാഷയാണെങ്കിലും ഏതായാലും നമുക്ക് കാരണം എത്ര വേണമെങ്കിലും നമുക്ക് പിന്നെ ഭയങ്കര ഫെസിലിറ്റീസ് വേണമെന്നൊന്നും ഒരിക്കലും. ഇപ്പൊ ഞാനാലും ശരി, എന്റെ ടീം മെമ്പേഴ്സ് ആയാലും നമുക്ക് ആ റൂം വേണം, ഈ റൂം വേണം, അവിടത്തെ ഭക്ഷണം വേണം, അങ്ങനെ ഒന്നും ഞങ്ങൾ ഇതുവരെ പറയില്ല. എങ്ങനെ വേണം, ബസ്സിക്കറി വേണമെങ്കിൽ ഞങ്ങൾ പോകും. പക്ഷെ നമുക്കൊരു എന്താ റെസ്പെക്ട് വേണം. അത്രേ. ഇപ്പൊ വിക്രമാദിത്യ അതിൽ ചെയ്തിട്ടാണ് ഇപ്പൊ അവാർഡ് കിട്ടിയത്. എങ്ങനെയായിരുന്നു അത് ആദ്യം അത് പ്ലാൻ ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിന്റെ ആ ഒരു എന്താ പറയാ, നമുക്കൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതിൽ നമ്മുടെ മനസ്സിനകത്തുള്ളൊരു കോസ്റ്റ്യൂം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ രീതിയിലുള്ളൊരു ഡാൻസിങ് കാണും, എല്ലാം. ഇതിന് ആരെങ്കിലും സജ്ന അത് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ അങ്ങനെ മാറ്റണം എന്ന എന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? അതൊന്നും ആരും പറഞ്ഞില്ല. ഫുൾ കൺട്രോളാണ്. ഞാൻ കാര്യം വിക്രമാദിത്യയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ലവ് സോങ്ങിനാണ് സാർ എന്നെ വിളിച്ചത്. മഴനില എന്ന് പറഞ്ഞൊരു പാട്ടില് ഒരു നമ്മുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് ആണ് ഈ നമ്മളിത് ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദി സോങ് രാത്രി ഇങ്ങനെ ദുൽഖറിനെ ഇങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന മുമ്പ് ഉള്ള ഒരു സോങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരമാണ് സാർ അത് പ്ലാൻ ആദ്യം ചെയ്ത്, ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് വരെ. എന്റെ മുഖവും എന്റെ വിഷമവും കണ്ടിട്ടായിരിക്കും സാർ കുറച്ചുകൂടെ ചെയ്തോ സജ്ജന എന്ന് പറഞ്ഞു. കാരണം വെറുതെ വന്നിട്ട് ഒന്നും ചെയ്യാതെ പോകുന്നത് അങ്ങനെ നോട്ടീസ് ചെയ്ത പോലും. അപ്പം ഞാനിങ്ങനെ പാവത്തിന് പോലും എങ്ങനെയെങ്കിലും കുറച്ച് നല്ലൊരു പാട്ട് കിട്ടണേ, അതും സാറിന്റെ മൂവിയില് എന്നൊക്കെ. സാറിന്റെ മൂവീസ് എപ്പോഴും സിറ്റുവേഷൻ ബേസ്ഡ് ആണല്ലോ സോങ്. ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഉടനെ ഡ്രസ്സിൽ ഫുൾ LED ലൈറ്റ്സ് ഒക്കെ വെച്ച്, അത് ജോമോൻ പറഞ്ഞു, സമീറ അത് ചെയ്തു, LED ലൈറ്റ്സ് ഒക്കെ വെച്ച് ചെയ്തപ്പോ നമുക്ക് അത് നല്ല രസമായിരിക്കും എന്നൊക്കെ നമ്മൾ എല്ലാരും കൂടെ ഇങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞ ലൈറ്റ്സ് ഒക്കെ കോസ്റ്റ്യൂം ഒക്കെ വന്നു. ആദ്യത്തെ ദിവസം ചെയ്തു, മഴ പെയ്തു. കുറച്ച് ചെയ്തപ്പോൾ മഴ പെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടെ ചെയ്യാം, നമുക്ക് വീണ്ടും കുറച്ചുകൂടെ നന്നാക്കാം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യം ഐ വാസ് സോ ഷോക്ക്ഡ്. പിന്നെ ഞാൻ പറയത്തില്ല, ലക്കാണ്. ഇപ്പം വലിയൊരു ഒരു 3-4 മിനിറ്റിന്റെ സോങ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹാർഡ് വർക്കിന് എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് അത്. എല്ലാം കൂടെ ഒരുമിച്ച്, ഫിലിം ആയാലും ശരി, ഈ സ്റ്റേജ് ഷോസും എല്ലാം കൂടെ ഇത്രയും വർഷം കിടന്ന് ഞാൻ കുറെ കഷ്ടപ്പെട്ടതിന് എനിക്ക് തന്നൊരു ആൾക്കാരെന്നെ അറിഞ്ഞു. സജ്ന പേപ്പറിൽ വന്നു. പിന്നെ പ്രത്യേകിച്ച് പ്രേംനസീറിന്റെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ എനിക്കൊരു ഹൈപ്പ് പോയി. അതെ, അത് തീർച്ചയായിട്ടും. കാരണം ഹാർഡ് വർക്കിന് എന്നും അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട്. അതിന്റെ മാത്രമല്ല, വെറും ഹാർഡ് വർക്ക് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈശ്വരന്റെ അനുഗ്രഹവും ഒരു ഈ ഡെഡിക്കേഷനും അതൊക്കെ ഇറ്റ് കൗണ്ട്സ് എ ലോട്ട്. ഇപ്പം സജ്ന ഓരോ ഇത് കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും കൊറിയോഗ്രാഫി ചെയ്ത് നമ്മൾ ഡാൻസിന്റെ ഒരു ഫിനാലെ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ ഫിനാലയിൽ എങ്ങനെ നിൽക്കണം, അതെല്ലാം നമ്മളൊരു വിഷ്വലൈസിങ് ആദ്യം നടത്തിയിട്ടാണല്ലോ ഇതിന്റെ വരുന്നത്. അതുപോലെ ഡ്രസ്സിന്റെ ഇത് എങ്ങനെയാണ്, ഈ കോസ്റ്റ്യൂംസിന്റെ ഇതെങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ്യൂംസ് എനിക്ക് ഐ ക്യാൻ സേ ഇറ്റ് എനിവെയർ, എന്റെ കോസ്റ്റ്യൂംസ് ആർ ദ ബെസ്റ്റ്. കാരണം ലൈക്ക് എന്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂംസ് ആർ ഓസം. കാരണം എന്റെ കളർ കോമ്പിനേഷൻ, ഞാൻ ഐ സ്പെൻഡ് എ ലോട്ട്. ഒരുപാട് കാര്യം. ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ തന്നെയാണ് അതിന്റെ കോമ്പിനേഷൻ നോക്കുന്നതും. പിന്നെ പാറ്റേൺസ് ഒക്കെ അവിടെ ഇവിടെ നോക്കും. പിന്നെ കുട്ടികളടുത്തൊക്കെ ചോദിക്കും. പിന്നെ മാക്സിമം ഇപ്പൊ ബോംബെ നിന്നൊക്കെ എടുക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയി ഒരിക്കൽ നോക്കി. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഈ വാട്സ്ആപ്പ് കൂടെ ഫോട്ടോസ് അയച്ചു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ കോസ്റ്റ്യൂംസിന് വേണ്ടി വരും. കിട്ടുന്ന പൈസയുടെ പകുതിയല്ല മുക്കാലവും ഞാൻ കോസ്റ്റ്യൂംസിന് വേണ്ടി ചെലവാക്കും. ഈ കോസ്റ്റ്യൂംസും കൂടെ സ്റ്റേജിൽ വന്നാലേ അതിന് ഭംഗി കാണത്തുള്ളൂ. നമ്മൾ നല്ലൊരു ഡാൻസ് കളിച്ചിട്ട് കോസ്റ്റ്യൂംസ് കൊള്ളില്ലെങ്കിൽ അത് പോയി. കോസ്റ്റ്യൂംസ് ഒരുപാട് ഞാൻ സ്പെൻഡ് ചെയ്യും. എന്റെ കോസ്റ്റ്യൂംസ് ഒരുവിധമുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മേക്കപ്പിന്റെ മേക്കപ്പ്
ചാനൽസിൽ നല്ല ചാനൽ മേക്കപ്പ്, കുറെ ചാനൽസ് നല്ല നല്ല മേക്കപ്പ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചു കൊടുത്താൽ അവർ നന്നായിട്ട് മേക്കപ്പ് ഔട്ട്, കുറെ കണ്ണും അങ്ങനെ ഇങ്ങനെയൊക്കെ വരച്ചവര് ഓരോ തവണ അവർ ട്രൈ ചെയ്യും. നല്ല ഇപ്പൊ അവർ നന്നായിട്ട് ചെയ്യും, ചെയ്യാനറിയാം. അതുപോലെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസിന്റെ കാര്യം, അതുപോലെ കോസ്റ്റ്യൂംസ് ഞാൻ കുറെ രൂപയുടെ കോസ്റ്റ്യൂംസ് എന്റെ ഉണ്ട്. അല്ല, ഈ തീം നമ്മൾ പറഞ്ഞില്ലേ, തീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഒരുപാട് ചെലവാണ് ഈ വരുന്ന ഈ കോസ്റ്റ്യൂം. പിന്നെ ഈ ചില കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് ഇവിടെ മഹിമ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞ ശുഭ എന്റെ ഒരു ഫ്രണ്ടാണ്, ശുഭ എടുത്ത് കൊടുത്ത് ഞാൻ തയ്പ്പിക്കും. ഈ ചില പ്രത്യേക തരത്തിലുള്ള കോസ്റ്റ്യൂംസ് എന്തെങ്കിലും വേണമെങ്കിൽ കുറെ ബോംബെ തിരക്കും അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ ശുഭ എടുത്ത് കൊടുക്കും. ശുഭ എന്നെ ഒരുപാട് ഈ കുറെ റിയാലിറ്റി ഷോസിന് ശുഭ കണ്ടസ്റ്റന്റ്സിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക്? ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എല്ലാ പ്രോജക്ട്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ചാലഞ്ചിങ് എന്ന് പറയുന്നത് ഏതാണ്? ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിക്രമാദിത്യ, ലാൽ ജോസ് സാറിന്റെ വിക്രമാദിത്യയിൽ ഒരു ചാൻസ് കിട്ടിയത് തന്നെ എന്റെ ഒരു ചലഞ്ചാണ്. അത് എങ്ങനെയെങ്കിലും നന്നായിട്ട് ചെയ്യണം. അല്ലാതെ അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനൊരു ചലഞ്ച്, എനിക്ക് തന്നെ കോമ്പറ്റീഷനോ അങ്ങനെയൊന്നുമില്ല. ഐ ജസ്റ്റ് കോമ്പീറ്റ് വിത്ത് മീ. എനിക്ക് ഓരോ തവണ ഞാൻ നന്നാക്കണം, എന്റെ ടീം നന്നാവണം, എന്റെ കുട്ടികൾ നല്ല ദേ ഷുഡ് ലുക്ക് ബ്യൂട്ടിഫുൾ ഓൺ സ്റ്റേജ്. എന്റെ ഡാൻസേഴ്സ്, ഒരു മെയിൻ സിനിമ നടി വന്നിരിക്കുക, അവരെയും കാട്ടി നല്ലപോലെ എന്റെ കുട്ടികൾ നോക്കണം. എല്ലാം മൈ ടീം. എന്റെ മക്കൾ പറയും ഉമ്മാക്ക് ഫുൾ ടൈം ഉമ്മാടെ ടീമാണ്, നമ്മളെയൊന്നും ഉമ്മക്ക് വേണ്ടെന്ന് പറഞ്ഞ് ചില സമയത്ത് ഞങ്ങൾ അടികൂടൊക്കെ കൊടുക്കും. ചലഞ്ചിങ് ആയിട്ട് ഞാൻ എടുത്തെന്ന് വെച്ചാൽ ഈ മൊത്തത്തിൽ തന്നെ ഒരു ചലഞ്ചാണ്. കാരണം ഡാൻസ് വൈസ് അല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ പിടിച്ചു നിൽക്കാൻ. ഐ ഡോണ്ട് ഹാവ് എ ബേസ് ഇൻ എനിത്തിങ്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ആകെ ഒരു പേരുണ്ട്, ആ ഇന്നയാളുടെ ചെറുമോള് ഇങ്ങനെ തിയേറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഗുണമില്ല. പിന്നെ എന്നെ ഒന്ന് സജിനെ നോക്ക്, സജിനെ വിളിക്കുന്ന പറയാൻ ആരുമില്ല. അപ്പം ഈ പിന്നെ എല്ലാം മെയിൽ ഡോമിനേറ്റഡ് ആണ് ഇവിടെ മൊത്തം, കൊറിയോഗ്രാഫേഴ്സും അതും ഇതൊക്കെ. പിന്നെ പെണ്ണാകുമ്പോഴത്തേക്ക് നാച്ചുറലി അതിന്റേതായ കുറെ മൈനസ് പോയിന്റ്സ് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ഷോ കിട്ടിയാൽ ഇപ്പൊ തന്നെ ഞാൻ എല്ലാ ചാനലും ചെയ്യുമ്പോഴത്തേക്ക് പുറത്ത് ആൾക്കാർ പറയും, ഓ അവരാളത്ര ശരിയില്ല, അതുകൊണ്ടാണ് അവർ എല്ലാ ചാനലിലും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ചാനലിലുള്ള മെയിൻ ആൾക്കാരെ പോലും എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ ഉള്ള സ്റ്റാഫിനെയാണ് എനിക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിൽക്കുന്ന തൂക്കുന്ന ആൾക്കാർ, അവിടെ നിൽക്കുന്ന മേക്കപ്പ് ആൾക്കാർ, അവരെയൊക്കെയാണ് എനിക്ക് കൂട്ട്. അത് ഞാൻ അവിടെ കൂടെ ഇരിക്കത്തുള്ളൂ. എല്ലാവരും തന്നെ എനിക്ക് ആരെയും അറിയില്ല. പക്ഷെ ഈ നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യുമ്പോ ആണുങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. ശരി, അതെപ്പോഴും എല്ലാ ഫീൽഡിലുള്ളതാണ്. അപ്പം ഈ ചാലഞ്ച് എനിക്ക് ഒരു ചീത്തപ്പേര് കേൾക്കാതെ, പിന്നെ ഓക്കെ അഫ്കോഴ്സ് ചീത്തപ്പേര് എല്ലായിടത്തും കേൾക്കും. നമ്മൾ ഒരു ലേഡി, ഇപ്പൊ ആണുങ്ങളും കേൾക്കുന്നുണ്ട് പെണ്ണുങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു പെണ്ണാണ്ട് ഞാൻ പെണ്ണുങ്ങളുടെ കാര്യം പറയാണ്. കുറച്ച് ഒന്ന് നല്ലൊരു പൊസിഷനിലെത്തി, അപ്പൊ ആള് ശരിയില്ല, ഞാൻ ചിരിക്കും. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനൊരിക്കൽ ആരോഗ്യം നോക്കി ചിരിക്കുന്ന ഇതൊക്കെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിപ്പോഴും ഭയങ്കര ഫോർവേഡായി എന്ന് പറഞ്ഞാൽ ആരും മാറിയിട്ടില്ല. എല്ലാരും പറയും എല്ലാരും മാറി, ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫോർവേഡാണ്. നേരത്തെ സജന പറഞ്ഞ പോലെ സ്വയം ഓരോരോ ഷോ കഴിയും തോറും സ്വയം അങ്ങോട്ട് കമ്പീറ്റ് ചെയ്ത് എന്റെ അടുത്ത് തന്നെയാണ് കമ്പീറ്റ് ചെയ്തത്. എനിക്കല്ലാതെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇല്ല. ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വേറൊരാൾക്ക് വിളിച്ച് ഷോസ് കൊടുക്കില്ല, അവരെ ഹെൽപ്പ് ചെയ്യില്ല. ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഏതൊരു കൊറിയോഗ്രാഫറിനെ വിളിച്ച് നോക്കിയോ എനിക്ക് കഴിയുന്നത് ഞാൻ അവരെ സഹായിക്കും. അതാണ് ഈ വിജയത്തിന്റെ സക്സസ്. വിജയം എന്ന് പറയുന്നത് ഇതിന്റെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് എനിക്ക് നോ കോമ്പറ്റീഷൻ. കാരണം എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് വരും. അത് എന്തായാലും ശരി, അതെനിക്ക് വരും. തീർച്ചയായിട്ടും. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈഫിൽ ഈ പറഞ്ഞ ചാലഞ്ചസ് കുറെ ഉണ്ട്. കൊറിയോഗ്രാഫിയുടെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഒരു എന്താ പറയാ ഒരു ഈസി റൈഡൊന്നും അല്ല. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് അതിന്റെ പിന്നില് ഒരുപാട് എന്താ പറയാ ഫിനാൻഷ്യലി, ഫിസിക്കലി എല്ലാം തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഡാൻസേഴ്സ് അനുസരിച്ചുള്ള പൈസ പോലും കിട്ടുന്നില്ല. പക്ഷെ എന്താ പറയാ ശരിയായിട്ടുള്ള കർമ്മത്തിന് ശരിയായിട്ടുള്ള എന്താ പറയാ അനുഗ്രഹം ഈശ്വരൻ തന്നെ തരും. ഇനിയും മേൽക്കുമേൽ സജനയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ, അതായത് ഈ സജനയുടെ ഒരു ഇത് നെയിം വാല്യൂ, ഫേസ് വാല്യൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ നെയിമിനും ഒരു വാല്യൂ വരും, ഫേസിനും ഒരു വാല്യൂ വരും. ഇന്നിപ്പം
സ്റ്റേറ്റ് ലെവലാണെങ്കിൽ നാഷണൽ ലെവലിൽ അത് ഉയരട്ടെ, എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഷണൽ ലെവലൊക്കെ കിട്ടിയ എന്ത് കൊള്ളാം. തീർച്ചയായിട്ടും. ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി. താങ്ക് യു ഫോർ കോളിംഗ് മീ ഓൾസോ ആൻഡ് ഐ ലൈക്ക് യുവർ പ്രസന്റേഷൻ. അത് എന്നെ ഇവിടെ ഇരുത്തിങ്ങനെ ഇന്റർവ്യൂ ചെയ്യിച്ചതിനും താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ബി ഹാപ്പി.